അപ്പം നമുക്ക് എല്ലാ ഗുരുപരമ്പരയുടെയും അനുഗ്രഹത്തോടെ, ഗുരുവായൂരപ്പൻ്റെ കടാക്ഷത്തോടെ ഈ സന്ധ്യാസമയത്ത് സന്ധ്യാമഞ്ജരിയിലൂടെ രാമായണം കേൾക്കാം. ഹരേ കൃഷ്ണ. തീർച്ചയായിട്ടും മഹാദേവനും അങ്ങനെ റെഡിയായി നിൽപ്പുണ്ട്. ദണ്ഡകാരണ്യത്തിൽ നമ്മുടെ സീതാരാമ ലക്ഷ്മണന്മാർ കണ്ടത് കണ്ണിന് ആനന്ദം നൽകുന്ന ഒരുപാട് പർണശാലകളായിരുന്നു. ഓക്കെ, പുഷ്പഫലാദികൾ താങ്ങി നിൽക്കുന്ന ധാരുക്കളാൽ ചൂഴപ്പെട്ടതും കിളികളുടെ കളമൊഴികളാലും വേദോച്ചാരണ ശബ്ദങ്ങളാലും മുഖരിതമായ ആശ്രമപ്രദേശം എന്ന് വെച്ചാൽ ദണ്ഡകാരണ്യത്തിലേക്ക് കടന്ന നമ്മുടെ സീതാരാമ ലക്ഷ്മണന്മാർ കാണുന്നത് കണ്ണുകൾക്ക് ആനന്ദമേകുന്ന പർണശാലകൾ, പിന്നെയോ ഒരുപാട് പുഷ്പങ്ങളും ഫലങ്ങളും എല്ലാം താങ്ങി നിൽക്കുന്ന വലിയ വലിയ വൃക്ഷങ്ങൾ, ആ വൃക്ഷങ്ങൾക്ക് ചുറ്റും കിളികളുടെ നല്ല നല്ല ശബ്ദങ്ങൾ, പിന്നെ വേദോച്ചാരണങ്ങൾ, അങ്ങനെ മുഖരിതമായിരിക്കുന്ന ഒരു ആശ്രമ പ്രദേശത്തേക്കാണ് ആര് ചെല്ലുന്നത്? നമ്മുടെ സീതാരാമ ലക്ഷ്മണന്മാർ ചെല്ലുന്നത്. കാഴ്ചക്കാരുടെ ഹൃദയങ്ങളെയൊക്കെ ആ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ആ ഹൃദയത്തെ പുളകിതമാക്കുന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? അത്രയും മനോഹരമായ, നമ്മളിപ്പോൾ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ സൂര്യകാന്തി പൂക്കൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശം കാണുമ്പോൾ നമ്മുടെ കണ്ണിന് ഭയങ്കര ആനന്ദമാണ് അല്ലേ? ഭയങ്കര മനോഹാരിതയായിരിക്കും. അതേപോലെ അതിനേക്കാൾ മുകളിലായിരുന്നു ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിച്ച സീതാരാമ ലക്ഷ്മണന്മാർ കാണുന്ന ആ ഒരു മനോഹരമായ പ്രദേശം. ആ ആശ്രമങ്ങളിലൊക്കെ തന്നെ, ആശ്രമത്തിൻ്റെ ആ വഴികളിലും എന്താ പറയുക, ആ വനങ്ങളിലൊക്കെ ഒരു പേടിയുമില്ലാതെ മൃഗങ്ങളൊക്കെ ഇങ്ങനെ നടക്കുകയാണ്, അവരിങ്ങനെ പോവാണ്. ആശ്രമ പ്രദേശങ്ങളിലൊക്കെ യാതൊരു പേടിയില്ല. പൊതുവെ മനുഷ്യവാസമുള്ളിടത്തേക്ക് മൃഗങ്ങൾ അടുക്കില്ല. പക്ഷെ ഈ ആശ്രമ പ്രദേശങ്ങളിൽ യാതൊരു ഭയവും ഇല്ലാതെയാണ് മൃഗങ്ങൾ ഇങ്ങനെ പോകുന്നത്. വില്ലിൽ നിന്നും ഞാൻ വിടർത്തിയ ശേഷം സഹോദരന്മാരും സീതയും ആശ്രമത്തിനുള്ളിലേക്ക് അങ്ങ് കടന്നു. വില്ലൊക്കെ എടുത്തിട്ട് നമ്മുടെ രാമലക്ഷ്മണന്മാർക്കൊപ്പം ആശ്രമത്തിൻ്റെ അകത്തേക്ക് ആര് കയറി? നമ്മുടെ സീതാദേവി കയറി. നല്ല ഊഷ്മളമായ ഒരു വരവേൽപ്പായിരുന്നു ഋഷിമാര് ആർക്ക് നൽകിയത്? നമ്മുടെ സീതാരാമ ലക്ഷ്മണന്മാർക്ക് നൽകിയത്. എന്നിട്ട് അവർക്ക് വേണ്ടി പർണശാലയൊക്കെ ഒരുക്കി കൊടുത്തു. രാവിലെ ആയപ്പോഴേക്കും മഹർഷിമാരോട് യാത്ര പറഞ്ഞിട്ട് മൂന്നാളും വനത്തിൻ്റെ അകത്തേക്ക് യാത്രയായി. 3 പേരും വനത്തിലേക്ക് പോയി. സീതയെ നടുക്ക് നിർത്തിക്കൊണ്ട് മുന്നിലും പിന്നിലുമായിട്ടാണ് രാമലക്ഷ്മണന്മാർ നടന്നു പോകുന്നത്, സീതാദേവിയെ നടുക്ക് വെച്ചുകൊണ്ട്. കാരണം അമ്മയെ സംരക്ഷിക്കണം, അമ്മ പ്രകൃതിയാണ്, സ്ത്രീയോടുള്ള ആ ബഹുമാനാർത്ഥമാണ് സീതാരാമ ലക്ഷ്മണന്മാർ നടുക്ക് സീതാദേവിയെ നിർത്തിക്കൊണ്ട് ഇങ്ങനെ നടന്നു പോകുന്നത്. അതെ, ഞാൻ ആരതിയുടെ സമയത്തിൻ്റെ കുറച്ച് മുമ്പേ ആണ് മാല ചാർത്താറ്. സന്ധ്യയ്ക്ക് ചാർത്താറില്ല, കാരണം ഞാനിവിടെ ഉണ്ടാവില്ല സന്ധ്യാസമയത്ത് മിക്കപ്പോഴും. അപ്പോൾ സന്ധ്യയ്ക്ക് ചാർത്താറില്ല, ആരതിക്ക് കുറച്ച് മുമ്പേ. അതുപോലെ മാല എത്താനും 7, 7:15, 7:30 ആവും. പക്ഷെ ഇന്ന് എന്തോ ഭഗവാന്റെ കാരുണ്യത്താൽ നേരത്തെ എത്തി. അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരു സമയം ഇവരിങ്ങനെ നടന്ന് പോവാണ്. അപ്പം പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് ഒരു ഭീകര സത്വം അവരുടെ കൺമുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. രാമലക്ഷ്മണന്മാരുടെ മുമ്പിൽ, സീതാദേവിയുടെ മുമ്പിൽ അതിഭീകരമായൊരു സത്വം പെട്ടെന്ന് അങ്ങ് പ്രത്യക്ഷപ്പെട്ടു. എന്താ പറയുക, രക്താഭിഷിക്തമായ വ്യാഘ്രചർമ്മം ധരിച്ച, അതായത് ആ ഭീകര സത്വത്തിൻ്റെ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തം, അത് അങ്ങനെ ആ ഒരു രക്തം കൊണ്ട് ഇങ്ങനെ അഭിഷേകം ചെയ്യാന്ന് പറഞ്ഞില്ല, അതേപോലായിരുന്നു അതിൻ്റെ ചർമ്മം. കുഴിയിലാണ്ട കണ്ണുകൾ, അതായത് അതിൻ്റെ കണ്ണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കുഴിഞ്ഞിരിക്കുന്ന കണ്ണുകളായിരുന്നു. നീർത്ത് കൂർത്ത പല്ലുകൾ, എന്താ പറയുക, വിടവ് വീണ താടി, ഇവിടെ ഇങ്ങനെ മുറിഞ്ഞിരിക്കുന്ന ഒരു താടി, കുടവയറൊക്കെയുള്ള ഒരു ഭീകര രാക്ഷസൻ. ഒരു ശൂലവും ഷോൾഡറിൽ വെച്ചിട്ടുണ്ട്. മുടിയൊക്കെ ഇങ്ങനെ പാറി പറന്ന് ആര് കണ്ടാലും പേടിക്കുകയും അറക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഭീകര സത്വം പെട്ടെന്ന് ഈ പതുക്കെ നടന്നു പോകുന്ന സീതാരാമ ലക്ഷ്മണന്മാർക്ക് മുമ്പിൽ അങ്ങ് പ്രത്യക്ഷപ്പെട്ടു. അതിൽ തൂക്കിയിട്ടിരുന്നത് 3 സിംഹങ്ങളുടെയും 4 കടുവകളുടെയും 2 ചെന്നായ്ക്കളുടെയും 10 പുള്ളിമാനുകളുടെയും 1 ആനയുടെയും അപ്പോഴും രക്തം വാർന്നൊഴുകുന്ന ശിരസ്സുകളായിരുന്നു. ഒരു ശൂലം ചുമലിലുണ്ടെന്ന് പറഞ്ഞില്ലേ, ഷോൾഡറിൽ, ആ ഭീകര സത്വത്തിൻ്റെ. അതിൽ തൂക്കിയിട്ടിരിക്കുന്നത് 3 സിംഹങ്ങളുടെ തല, 4 കടുവകളുടെ തല, 2 ചെന്നായ്ക്കളുടെ തല, 10 പുള്ളിമാനുകളുടെ തല,
ഒരു ആനയുടെ തല. അപ്പോഴും ഈ മൃഗത്തിന്റെ തലയിൽ നിന്നൊക്കെ ഇങ്ങനെ രക്തം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ആനയുടെ തല എന്ന് പറഞ്ഞാൽ തന്നെ എത്രമാത്രം വലുതാണ്. അപ്പൊ ഇത്രയും മൃഗങ്ങള്, 3 സിംഹങ്ങള്, 4 കടുവകള്, 2 ചെന്നായ്ക്കള്, 10 പുള്ളിമാനുകള്, ഇതിന്റെ ഒക്കെ തല, ഒരു ആനയുടെ തല എല്ലാം ഉണ്ടാവുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എത്ര ഭീകരമായിരിക്കും ആ രാക്ഷസൻ എന്ന് പറയുന്നത്. മരണത്തിന്റെ മൂർത്തരൂപം എന്ന് തോന്നിച്ച രാക്ഷസൻ. അതായത് ഈ രാക്ഷസനെ കണ്ടാ വിചാരിക്കും ഇതാണ് മരണമെന്ന്. അങ്ങനത്തെ ആ രാക്ഷസൻ ഭയങ്കരമായ അലറിക്കൊണ്ട് സീതയുടെ മുന്നിലേക്ക് അങ്ങ് ചാടി സീതയെ ഒരൊറ്റ പിടുത്തം പിടിച്ചു ഈ രാക്ഷസൻ. എന്നിട്ടോ പെട്ടെന്ന് ആ രാക്ഷസൻ സീതയെ പിടിച്ചിട്ട് ബാക്കോട്ട് അങ്ങ് മാറി. അലർച്ച കേട്ടിട്ട് അവൻ ഭയങ്കര അലർച്ചയോടുകൂടി അവനങ്ങ് ഭീഷണിപ്പെടുത്തി. ആര്? ഈ രാക്ഷസൻ. ഈ സ്ത്രീയെ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി കൊണ്ടുപോകുന്നു പറഞ്ഞു. രാക്ഷസൻ പറയാണ്, ഈ സ്ത്രീയെ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി കൊണ്ടുപോവാണ്. നിങ്ങൾ 2 പേരുടെയും രക്തം ഞാനിപ്പം നിങ്ങളെ കൊന്നിട്ട് കുടിക്കുന്നു പറഞ്ഞു. ആരോട്? രാമനോടും ലക്ഷ്മണനോടും. രാമൻ സീതയെ ഇയാളങ്ങ് തൊട്ടപ്പോഴേക്ക് രാമൻ ഭയങ്കര മുറവിളി കൂട്ടാൻ തുടങ്ങി, ആർത്ത് വിളിക്കാൻ തുടങ്ങി രാമൻ. സീതയെ ആരെങ്കിലും തൊടുന്നത് പോലും രാമൻ ഇഷ്ടമല്ല. എൻ്റെ അച്ഛനേക്കാൾ മരണത്തിനേക്കാൾ, എൻ്റെ അച്ഛൻ മരിച്ചതിനേക്കാൾ വേദനാജനകമാണ് എൻ്റെ ഭാര്യ ആരെങ്കിലും തൊടുന്നതെന്നും പറഞ്ഞുകൊണ്ട് രാമൻ ഭയങ്കരമായിട്ട് ബഹളം വെക്കാൻ തുടങ്ങി. ഇത് ബിന്ദുമ്മേ പുറത്തെന്തോ വീണു. ഇത് കേട്ട ലക്ഷ്മണൻ എന്ത് ചെയ്തു? രാമനെ വിമർശിച്ചു. ലക്ഷ്മണൻ പറഞ്ഞു, ഒന്ന് വെറുതെ വിലപിക്കാതിരിക്കുക. എന്താ ചേട്ടാ ഇങ്ങനെ? എന്തിനാ ഇങ്ങനെ കരയുന്നത്? എന്തിനാ ആർത്ത് വിളിക്കുന്നത്? ഇത്രയും കാലം ഞാൻ അടക്കി വെച്ച ഭരതനോടുള്ള വൈരാഗ്യം ഈ രാക്ഷസന്റെ നേർക്കാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. ചേട്ടനൊന്നും മിണ്ടാതിരിക്കുക. എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? കരയല്ലേ, മിണ്ടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മണൻ രാമനെ അങ്ങോട്ട് സമാധാനിപ്പിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ഭരതനോട് ഞാൻ ഇത്രയും കാലം ഒരു ദേഷ്യം സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഇവനോടാണ് തീർക്കാൻ പോകുന്നത്. ചേട്ടൻ മിണ്ടാതിരിക്കുക, കരയാതിരിക്കുക എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ ഇപ്പം തന്നെ ഇവനെ കാലപുരിക്ക് അയക്കും, ഇവനെ ഞാൻ വെറുതെ വിടില്ല, എൻ്റെ സീതാമാതാവിനെ തൊട്ട് ഇവനെ ഞാൻ വെറുതെ വിടില്ല എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മണൻ അങ്ങ് നിവർന്നങ്ങ് നിന്നു. അപ്പോഴേക്ക് ആ രാക്ഷസൻ ചോദിക്കാണ്, എൻ്റെ വനത്തിനുള്ളിൽ, ഈ വനം എൻ്റെതാണ്, എൻ്റെ ഈ വനത്തിനുള്ളിൽ കടന്ന നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചു. അപ്പൊ രാമൻ പറയാണ്, ഞങ്ങൾ ക്ഷത്രിയരാണ്, ഞങ്ങളുടെ വഴി തടഞ്ഞ് എൻ്റെ ഭാര്യയെ തട്ടിയെടുക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എന്ന് ചോദിച്ചു. അപ്പൊ രാക്ഷസൻ പറയാണ്, ജയത്തിൻ്റെയും ശതഹൃദയുടെയും മകനായ എൻ്റെ നാമം വിരാധൻ എന്നാണ്. അതായത് ജയന്റെയും ശതഹൃദയുടെയും, ആ മറ്റേ ആളുടെ അച്ഛൻ്റെ അമ്മയുടെയും പേര് പറയണേ, വിരാധൻ എന്ന് പറയുന്ന ഒരു രാക്ഷസനാണ്. ആ രാക്ഷസന്റെ അച്ഛൻ്റെ പേര് ജയ എന്നാണ്, ശതഹൃദ എന്നാണ് അമ്മയുടെ പേര്. അപ്പം അവരുടെ മകനായ വിരാധൻ എന്ന രാക്ഷസനാണ് ഞാനെന്ന് പറഞ്ഞു. എൻ്റെ ഭയങ്കരമായ തപസ്, ഞാൻ കഠിനമായി തപസ് ചെയ്തു. ആ തപസ്സിനൊടുവിലെ എനിക്ക് ബ്രഹ്മാവ് ഒരു വരം നൽകി. ആയുധങ്ങൾക്ക് ഒന്നും എന്നെ കൊല്ലാൻ സാധിക്കില്ല, ഒരു ആയുധങ്ങളെ കൊണ്ടും എന്നെ കൊല്ലാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്കൊരു ഉപദേശം തരാം. ഈ സുന്ദരിയെ എനിക്ക് വിട്ടു തന്നിട്ട് നിങ്ങൾ ഓടിപ്പോയിക്കോളൂ. ഇതല്ലാതെ നിങ്ങളുടെ ജീവൻ ഒരു രക്ഷയുമില്ല. ബ്രഹ്മാവ് എനിക്ക് ഒരു വരം നൽകിയിട്ടുണ്ട്. എന്താണ്? ഒരു ആയുധങ്ങൾ കൊണ്ടും എന്നെ കൊല്ലാൻ സാധിക്കില്ല എന്ന്. അതുകൊണ്ട് ഈ സുന്ദരീനെ നിങ്ങൾ ഇവിടെ വെക്കുക, നിങ്ങൾ ഓടിപ്പോവുക, ഇതാണ് നിങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള ഏകമാർഗം എന്ന് പറഞ്ഞു. ഇത് കേട്ട രാമന് ഭയങ്കര ദേഷ്യമായി, വീണ്ടും ദേഷ്യം കൂടി. എന്നിട്ട് രാമൻ എന്ത് ചെയ്തു? ദേഷ്യത്തോടെ ഞാണിങ്ങട് വലിച്ച അമ്പിൻ്റെ സ്വർണ്ണവർണ്ണ തൂവലുകളാൽ അലങ്കൃതമായ അമ്പുകൾ, ഓരോ അമ്പിൻ്റെ അറ്റത്തും സ്വർണ്ണവർണ്ണ തൂവലുകളുണ്ട് രാമൻ്റെ അമ്പിൻ്റെ അറ്റത്ത്. അങ്ങനെയുള്ള ഈ അമ്പുകൾ 7 എണ്ണം രാക്ഷസന്റെ നേരെ അങ്ങ് തൊടുത്ത് വിട്ടു രാമൻ. ഒറ്റയടിക്ക് അങ്ങോട്ട് തൊടുത്തു വിട്ടു. എന്ത്? 7 അമ്പുകൾ. രക്തം വാർന്നൊഴുകുന്ന ശരീരത്തോടു കൂടി രാക്ഷസൻ നിലംപതിച്ചു. ഭയങ്കര ദേഷ്യത്തോടെ സീതയെ ഭൂമിയിൽ വിട്ടിട്ട് അവൻ എന്ത് ചെയ്തു? എഴുന്നേറ്റ് ശൂലവുമായിട്ട് രാമന്റെയും ലക്ഷ്മണന്റെയും നേർക്ക് ഓടാൻ തുടങ്ങി. സീതയെ ഭൂമിയിലിട്ട്, കാരണം രാക്ഷസന്റെ ശരീരത്തിൽ നിന്ന് ഭയങ്കരമായിട്ട് രക്തം വാർന്നൊഴുകാൻ തുടങ്ങി. എന്നിട്ട് ഈ രാക്ഷസൻ എന്തു ചെയ്തു? ഓടി ശൂലം എടുത്തിട്ട് രാമന്റെയും ലക്ഷ്മണന്റെയും നേരെ. എന്നിട്ട് എന്താ ഉണ്ടായത്? സഹോദരന്മാര് 2 ആളും, അതായത് രാമലക്ഷ്മണന്മാര് ശരവർഷമായിരുന്നു പൊഴിച്ചുകൊണ്ടിരുന്നത്. ഇഷ്ടം പോലെ ശരങ്ങൾ അങ്ങോട്ട് വിടാൻ തുടങ്ങി. പക്ഷെ ഇതൊന്നും കണ്ടിട്ട് അട്ടഹസിക്കാന്നല്ലാതെ ഈ രാക്ഷസൻ, ഈ വിരാതൻ എന്ന് പറയുന്ന രാക്ഷസൻ പേടിക്കുന്നേ ഇല്ല. ഒരു കുലുക്കമില്ല ഈ രാക്ഷസന്, ഒട്ടും പേടിയില്ല അവന്. അട്ടഹാസത്തോടെ ആ രാക്ഷസൻ എന്താ ചെയ്തത്? ശൂലമെടുത്ത് രാമന്റെ നേരെ അങ്ങ് വീശി എറിഞ്ഞ്
രാമൻ എന്താ ചെയ്തത്? തിരിച്ചങ്ങോട്ട് ശരങ്ങൾ വിട്ടിട്ട് ആ ശൂലത്തിനെ അങ്ങോട്ട് മുറിച്ചിട്ട്, രണ്ടായിട്ട് അങ്ങോട്ട് മുറിച്ചിട്ട്, ഊരിയ വാളുമായിട്ട് രാമലക്ഷ്മണന്മാര് വിരാധന്റെ നേരെ അങ്ങ് അടുത്തു. രാമലക്ഷ്മണന്മാർ എന്ത് ചെയ്തു? വാളിങ്ങോട്ട് ഊരിയിട്ട് ഈ വിരാധന്റെ നേരെ അങ്ങ് ഓടി. രാമലക്ഷ്മണന്മാർ അവന്റെ ശരീരം മൊത്തത്തിൽ വാള് കൊണ്ട് മുറിച്ചു കൊണ്ടിരിക്കെ അവൻ എന്താ ചെയ്യുന്നത്? വീണ്ടും അവൻ എന്താ ചെയ്യണമെന്നറിയോ? നിസാരമായിട്ട് അവരെ പൊക്കിയെടുത്തിട്ട് തോളിൽ തൂക്കിയിട്ട് നമ്മുടെ രാമനെയും ലക്ഷ്മണനെയും എടുത്തിട്ട് 2 ഷോൾഡറിലും ഇട്ടിട്ട് നേരെ വനത്തിൻ്റെ ഉള്ളിലേക്ക് നടന്നുപോയി ഈ വിരാതൻ. ഇത്രയൊക്കെ ഉപദ്രവിച്ചിട്ടും, കാരണം ബ്രഹ്മാവ് കൊടുത്ത വരമാണ്, അവനെ വാളുകൾ മറ്റേ ആയുധങ്ങൾ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. രാമനെയും ലക്ഷ്മണനെയും ഈസി ആയിട്ട് അങ്ങോട്ട് എടുത്ത് ഷോൾഡറിൽ ഇട്ടിട്ട് കാട്ടിൻ്റെ അകത്തേക്ക് നടന്നുപോയി. ഇത് കണ്ട് സീത ഭയങ്കരമായിട്ട് പേടിച്ച് കരയാൻ തുടങ്ങി. എന്നിട്ട് സീത പറഞ്ഞു, അല്ലയോ രാക്ഷസ, അവരെ ഉപേക്ഷിച്ചിട്ട് നീ എന്നെ കൊണ്ടക്കോ, നിനക്ക് എന്നല്ലേ വേണ്ടത്, അവരെ വഴിയിലിട്, അവരെ തായോ എന്നും പറഞ്ഞുകൊണ്ട് സീതാമാതാവ് അങ്ങ് കരയാൻ തുടങ്ങി. ഇത് ഈ സീതയുടെ ആ ഒരു കണ്ണീര് കണ്ട് വിഷമിച്ചിട്ട് രാമലക്ഷ്മണന്മാരെന്ത് ചെയ്ത് ഈ രാക്ഷസന്റെ കഥ എങ്ങനെങ്കിലും കഴിക്കണമെന്ന് വിചാരിച്ച്. എന്നിട്ട് എന്താ ചെയ്തതെന്നറിയോ? അമാനുഷികമായ ശക്തിയോടെ, ഭയങ്കരമായ ശക്തിയോടെ രാമൻ എന്ത് ചെയ്ത് രാമൻ അവന്റെ വലങ്കൈയും ലക്ഷ്മണൻ എന്ത് ചെയ്ത് അവന്റെ ഇടം കൈയും അങ്ങോട്ട് എടുത്ത് തിരിച്ചു മുറിച്ചങ്ങോട്ട് എടുത്ത് കഠിനമായിട്ടുള്ള വേദന കൊണ്ട്, കാരണം ആയുധം കൊണ്ടല്ലേ അവനെ ഒന്നും ചെയ്യാൻ പറ്റാത്തത്. രാമൻ അവന്റെ വലങ്കൈയും ലക്ഷ്മണൻ അവന്റെ ഇടത് കൈയും പിടിച്ചങ്ങോട്ട് തിരിച്ചങ്ങോട്ട് ഒടിച്ചെടുത്തിട്ട് അവനെ അങ്ങ് താഴെ ഇട്ടേച്ചു. ഞാനിപ്പോൾ വിനോദ് ആറ്റുംപുറം പ്രഭുവിനെ മനസ്സിൽ ചിന്തിച്ചിട്ടേ ഉള്ളൂ. എന്താ അറിഞ്ഞൂടാ, അപ്പോഴേക്കും വന്നു. അവനെ അങ്ങ് പിടിച്ചങ്ങോട്ട് തിരിച്ചിട്ട് അവനെ ആ ഭൂമിയിൽ അവിടെ ഇട്ടേച്ചു. രാക്ഷസനെ തല ചുറ്റി തല കറങ്ങി ശരീരം തളർന്ന് കുഴഞ്ഞു വീണ് കഠിനമായ വേദന കൊണ്ട് രാക്ഷസൻ വീണു. രാമലക്ഷ്മണന്മാര് വീണ്ടും അവരുടെ മുഷ്ടി ചുരുട്ടിയിട്ട് കാൽമുട്ടൊക്കെ മടക്കിയിട്ട് ചവിട്ടി അവരുടെ മുഷ്ടി ചുരുട്ടിയിട്ട് രാക്ഷസന്റെ നെഞ്ചും കൂടി നോക്കി നല്ലോണം കൊടുത്തു. നമ്മുടെ കുട്ടികൾ പറയുന്നില്ല, ഇടിച്ചവനെ പപ്പടാക്കി കളഞ്ഞു. അവന്റെ വായലും അവന്റെ വയറും നേറുകയിലും തലയിലും കയ്യിലും കാലിലും ചടപട അങ്ങ് ഇടിച്ച് ശരിയാക്കി പപ്പടാക്കി കളഞ്ഞു. എന്നിട്ടും രാക്ഷസന്റെ ജീവൻ ശരീരം വിട്ടു പോണില്ല. ഈ വിരാതന്റെ ജീവൻ ശരീരം വിട്ടു പോണില്ല. അപ്പൊ രാമൻ പറയാണ്, ലക്ഷ്മണ, ഈ സത്വത്തിനെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ കഴിയില്ലെങ്കിൽ നമുക്കൊരു കാര്യം ജീവനോടെ ഇവനെ നമുക്ക് അങ്ങോട്ട് കുഴിച്ചു മൂടാം. നീ വലിയൊരു കുഴി ഉണ്ടാക്ക്, ഞാൻ അതുവരെ ഇവനെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാന്ന് പറഞ്ഞ് രാമൻ ഇവനിങ്ങനെ ഒടിഞ്ഞ കയ്യും കാലൊക്കെ പിടിച്ച് വെച്ച് ഇങ്ങനെ രാമന്റെ കാലെടുത്ത് ഇവന്റെ നെഞ്ചിന്റെ മേളിൽ തന്നെ വെച്ചിട്ട് അവിടെ പിടിച്ചു നിർത്തി. അവിടെ നിൽക്കടാന്നും പറഞ്ഞിട്ട് ലക്ഷ്മണൻ എന്ത് ചെയ്ത് അപ്പോഴേക്ക് ഇങ്ങനെ കുഴി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണേ. ഈ സമയം രാക്ഷസന് ബോധം കിട്ടി. അടികിട്ടി ഇവൻ ബോധം പോയി താഴെ കിടക്കുക. പെട്ടെന്ന് രാക്ഷസന് ബോധം വന്നു. അവൻ രാമനോട് പറയാണ്, ഞാനിപ്പോൾ അങ്ങ് ആരാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഞാൻ രാക്ഷസനല്ല, ഞാൻ തമ്പുരുന്ന് പേരായ ഒരു ഗന്ധർവനാണെന്ന്. ശരിക്കും കേട്ടോളൂ കേട്ടോ. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ തമ്പുരുവിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, ഓർക്കുന്നുണ്ട് എല്ലാവരും? തമ്പുരു ആരാന്നുള്ളൊരു ഗന്ധർവനാണ്, ഓർമ്മയില്ലേ തമ്പുരുവിനെ? അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ പുരാണങ്ങളെല്ലാം എടുത്തു തരുന്നത്. ഈ പുരാണങ്ങൾ എടുക്കുമ്പോൾ ഇങ്ങനെ കണക്റ്റ് ആവും പുരാണങ്ങളിലൂടെ ഓരോരുത്തരെയും. ഓക്കെ, അപ്പോൾ ഈ രാക്ഷസൻ വിരാതൻ എന്ന് പറയുന്ന ഈ രാക്ഷസൻ പറയാണ്, അയ്യോ അങ്ങ് ആരാണെന്ന് എനിക്കിപ്പോൾ നല്ല ബോധ്യം വന്നു, അങ്ങ് എന്നോട് ക്ഷമിക്കണം, ഞാൻ രാക്ഷസനല്ല, ഞാൻ തമ്പുരു എന്ന് പറയുന്നൊരു ഗന്ധർവനാണ്. രംഭ എന്ന അപ്സരസിന്റെ പിന്നാലെ ഞാനിങ്ങനെ കാമം മോഹിച്ച് ഇങ്ങനെ നടന്നു. അങ്ങനെ നടന്നപ്പോൾ കുബേരൻ എന്നെ ശപിച്ച് രാക്ഷസനാക്കി തീർത്തതാന്ന് ഓർത്തു വെച്ചോളൂ കേട്ടോ. കുഴപ്പമില്ല കവിതാ മാതാജി. ഇപ്പൊ കുറച്ചു പേര് വീണ്ടും വന്നിട്ടുണ്ട്, ഞാൻ അവർക്ക് വേണ്ടി ഒന്നുകൂടി പറഞ്ഞുതരാം. രാമലക്ഷ്മണന്മാര് വനത്തിൻ്റെ ഉള്ളിൽ സീതാദേവിയുമായി കയറിയപ്പം പെട്ടെന്ന് എന്താ പറയാ, ഒരു ശൂലത്തിന്റെ മേളില് കുറെ സിംഹത്തിന്റെ തലയും ഏകദേശം ഒരു 3 സിംഹങ്ങളും 4 കടുവകളും 2 ചെന്നായ്ക്കളും 10 പുള്ളിമാനുകളും ഒരു ആനയുടെ ഒക്കെ രക്തം വാർന്നൊഴുകുന്ന കുഴിഞ്ഞ കണ്ണുകളോട് കൂടിയുള്ള ഒരു ദുഷ്ടനായ രാക്ഷസന്റെ മുമ്പിൽ സീതാരാമ ലക്ഷ്മണന്മാർ അകപ്പെട്ടു. ആ ശൂലത്തിന്റെ മേളില്
ഇത്രയും മൃഗങ്ങളുടെ തലയൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ മുകളിൽ നിന്നൊക്കെ രക്തം വാർന്നൊഴുകുന്നുണ്ടായിരുന്നു. അതൊക്കെ തോളിൽ വെച്ചിട്ട് ദുഷ്ടനായ ഒരു രാക്ഷസന്റെ മുമ്പിൽ പെട്ടു സീതാരാമ ലക്ഷ്മണന്മാര്. അന്നേരം അവരെന്ത് ചെയ്തു, സീതയെ ആ രാക്ഷസൻ പൊക്കിയെടുത്തു. അപ്പം സീത കരയാൻ തുടങ്ങി. അപ്പം രാമലക്ഷ്മണന്മാരെ അവനോട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. ആ രാക്ഷസന്റെ പേരാണ് വിരാധൻ എന്ന്. ആ രാക്ഷസൻ പറഞ്ഞു, നിങ്ങൾ എന്നോട് യുദ്ധം ചെയ്തിട്ട് കാര്യമില്ല, എന്നെ നിങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഹ്മാവ് എനിക്കൊരു അനുഗ്രഹം തന്നിട്ടുണ്ട്, യാതൊരു തരത്തിലുള്ള ആയുധങ്ങൾ കൊണ്ടും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന്. ഇത് കേട്ട രാമലക്ഷ്മണന്മാർ അവനെ ഇടിച്ചു കൂത്തി പപ്പടാക്കി പരിപ്പാക്കി താഴെ ഇട്ട്, അവൻ്റെ വലത് കൈ ഇടത് കൈ ഒക്കെ ഒടിച്ച് അവൻ്റെ നട്ടല് വരെ ഒടിച്ച് താഴെ ഇട്ടിട്ടും അവൻ്റെ ജീവൻ പോയില്ല. അപ്പോൾ രാമൻ പറഞ്ഞു ലക്ഷ്മണനോട്, ഒരു കുഴിയെടുക്ക്, ഇവനെ ജീവനോടെ കുഴിച്ചു മൂടാന്ന്. അവിടം വരെ എത്തിയിട്ടോ. വന്ന പുതിയതായിട്ട് ഇപ്പോൾ കയറിയ കവിതാ മാതാജി, വിനോദ് ആറ്റിൻപുറം പ്രഭു, ശശികുമാർ പ്രഭു, ഹരിപ്രഭു, ഇവർക്കൊക്കെ മനസ്സിലായില്ലേ? അങ്ങനെ കുഴിച്ചു മൂടാൻ നോക്കിയപ്പോഴേക്കും രാക്ഷസൻ പറയണം, അയ്യോ ക്ഷമിക്കണം, ഞാൻ രാക്ഷസനല്ല, ഞാൻ തമ്പുരുവാണ്, എനിക്ക് ഞാനൊരു ഗന്ധർവനാണേ, എന്നെ കുബേരൻ ശപിച്ചിട്ടതാണേ, ഒരു എന്താ പറയുക, അങ്ങനെ ഞാനൊരു രാക്ഷസനായി പോയതാണ്. ഞാനിങ്ങനെ രംഭയുടെ പിന്നാലെ, രംഭ എന്ന് പറയുന്ന ഒരു അപ്സരസ് ഉണ്ട്, ആ അപ്സരസിന്റെ പിന്നാലെ ഞാനിങ്ങനെ കാമം മോഹിച്ച് നടക്കുകയായിരുന്നു. ആ സമയത്താണ് എന്നെ കുബേരൻ ശപിക്കുന്നത്. അങ്ങനെ ഞാൻ രാക്ഷസനായി പോയതാണ്. ശാപമോക്ഷം ലഭിക്കും, ശ്രീരാമസ്വാമി വരുമ്പോൾ ശാപമോക്ഷം ലഭിക്കുമെന്ന് എന്നോട് കുബേരൻ പറഞ്ഞിട്ടുണ്ട്. കാരുണ്യത്തോടു കൂടി എന്നെ ഈ ഗർത്തത്തിൽ അടക്കം ചെയ്യൂ, അങ്ങ് വളരെ കാരുണ്യത്തോടു കൂടി ഈ അങ്ങെടുത്ത കുഴിയിലേക്ക് എന്നെ അടക്കം ചെയ്യൂ എന്ന് പറഞ്ഞു. അതെനിക്ക് ശാപമോക്ഷത്തിനുള്ളൊരു മാർഗമാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് മഹാഋഷികനായ ശരഭംഗനെ കാണാൻ പോകണം എനിക്ക് എന്ന് പറഞ്ഞ്, അദ്ദേഹത്തിന്റെ ആശ്രമം ഇവിടുന്ന് കേവലം 20 യോജനകൾക്കപ്പുറത്താണ്, താങ്കൾക്ക് ഗുണകരമായ പല ഉപദേശങ്ങളും അദ്ദേഹം നൽകും, അപ്പൊ എനിക്ക് ശാപമോക്ഷം ലഭിക്കും, അങ്ങ് നേരെ ഇവിടുന്ന് പോയിട്ട് എന്നെ കുഴിച്ചിട്ടതിന് ശേഷം അങ്ങ് പോണ്ടത് മഹാഋഷിയായ ശരഭംഗൻ എന്ന് പറയുന്ന ഒരു താപസൻ ഇവിടെ അടുത്തുണ്ട്. ഒരു 20 യോജന അപ്പുറത്താണ് ഈ താപസൻ ഉള്ളത്. അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ അങ്ങ് പോണം, കുറേ ഗുണകരമായിട്ടുള്ള ഉപദേശങ്ങൾ അങ്ങേക്ക് ലഭിക്കുന്നൊക്കെ പറഞ്ഞു. ലക്ഷ്മണൻ കുഴിയെടുക്കുന്ന ആ തിരക്ക് കൊണ്ട് രാമൻ എന്ത് ചെയ്തു, സ്വന്തം പാദം, രാമന്റെ പാദം എന്ത് ചെയ്തെന്നറിയോ, രാക്ഷസന്റെ കഴുത്തിൽ ഇവിടെ ഇങ്ങനെ ചവിട്ടി നിർത്തി. രാമൻ രാക്ഷസന്റെ കഴുത്തിൽ ഈ ശ്രീരാമസ്വാമിയുടെ പാദം ഇവിടെ ഇങ്ങനെ ചവിട്ടി നിർത്തി. അലറി വിളിച്ചൊരു ദുർഭൂതത്തെ പോലെ രാമൻ എന്ത് ചെയ്ത്, അവനെ അലറി വിളിച്ച് അവനെ അങ്ങ് പിടിച്ച് വലിച്ച് ഇഴച്ചു കൊണ്ടുവന്നിട്ട് ആ കുഴിയിൽ അങ്ങോട്ട് ഇട്ടിട്ട് വലിയ കല്ലുകൾ വെച്ചിട്ട് ആ കുഴി അങ്ങോട്ട് മൂടി. വിരാധൻ എന്നാണ് കേട്ടോ ആ രാക്ഷസന്റെ പേര്. തമ്പുരു എന്ന് പറയുന്ന ഗന്ധർവനാണ്. ഓക്കെ, കുഴിയിൽ ആ കല്ലൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് മൂടി. തമ്പുരുവിന് ഇതോടുകൂടി രാക്ഷസ ശരീരം ഭൂമിയിൽ ഉപേക്ഷിച്ചിട്ട് സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോവാൻ സാധിച്ചു. കാരണം മോക്ഷം ലഭിച്ചു തമ്പുരുവിന്. തമ്പുരു പറഞ്ഞ പ്രകാരം 3 ആളും നമ്മുടെ സീതാരാമ ലക്ഷ്മണന്മാര് ശരഭംഗ ആശ്രമത്തിലേക്ക് പോകാൻ തുടങ്ങി. ഋഷിയുടെ ആശ്രമത്തിന്റെ അടുത്ത് എത്തിയപ്പം ഭൂമിയെ സ്പർശിക്കാതെ സ്വർഗീയ രഥത്തിലിരിക്കുന്ന ദേവേന്ദ്രനെ കണ്ടിട്ട് അവർ ആശ്ചര്യപ്പെട്ടു പോയി, ഭയങ്കരമായിട്ട് ആശ്ചര്യപ്പെട്ടു പോയി. താങ്ക് യു ശിവപാർവതി. എന്താ പറയാ, ആശ്ചര്യപ്പെട്ടു. സ്വർഗത്തിൽ ഇങ്ങനെ എന്താ പറയാ, സ്വർഗീയ രഥത്തിലിരിക്കുകയാണ്, ഭൂമിയെ തൊടാതെ. ആര്? നമ്മുടെ ദേവേന്ദ്രൻ ഈ ശരഭംഗാശ്രമത്തിന്റെ മുമ്പിൽ. അവരെ കണ്ടപ്പോഴേക്കും, ഈ ദേവേന്ദ്രനെ കണ്ടപ്പോഴത്തേക്ക് ശ്രീരാമസ്വാമിയും സീതയും ഒക്കെ ലക്ഷ്മണനൊക്കെ വളരെയധികം ആശ്ചര്യപ്പെട്ടു. കുറേ ദേവന്മാരെ കൊണ്ട് അകമ്പടി സേവിക്കുന്ന ദേവേന്ദ്രൻ, ഇഷ്ടംപോലെ ദേവേന്ദ്രൻ അകമ്പടി സേവിക്കുന്നുണ്ട്. ആ ദേവേന്ദ്രൻ ശരഭംഗമുനിയായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണേ, പെട്ടെന്ന് വേറൊരു രഥം, സ്വർഗലോകത്തിൽ നിന്ന് വന്നിട്ട് ആകാശത്തിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. മരരെ ഞാൻ 2 വട്ടം ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടോ, ക്ഷമിക്കണം മോനെ, ഇത് കഴിയുമ്പോൾ മക്കൾ ഇതിന്റെ ഫസ്റ്റത്തെ സ്റ്റോറി കേട്ടോളൂ കേട്ടോ, അപ്പൊ കറക്റ്റ് ആവും. ഇവിടെ മുതൽ മോൻ ജോയിൻ ചെയ്തോളൂ. അന്നേരം പെട്ടെന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു രഥം ഇങ്ങ് വന്നു. എന്നിട്ട് ആ രഥം എവിടെയാ നിൽക്കുന്നത്? ആകാശത്തിൽ തന്നെ നിൽക്കുകയാണ് കേട്ടോ. എന്നാൽ ഇന്ദ്രൻ ഇരിക്കുന്ന രഥം ഭൂമിയിൽ തൊട്ടിട്ടുമില്ല. എന്നിട്ടോ രാമൻ അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോഴേക്കും ആ സമയം തന്നെ ഇന്ദ്രൻ 1000 എന്താ പറയാ കുതിരകൾ വലിക്കുന്ന ആ സ്വർണ്ണ രഥത്തിൽ കയറിയിട്ട് പെട്ടെന്ന് അപ്രത്യക്ഷനായി. ആ രഥത്തിന്റെ അടുത്തേക്ക് രാമൻ ഇങ്ങനെ എന്താ പറയാ
ഇല്ല രാജൻ പ്രഭു, ഇപ്പം നമ്മൾ രാമായണം എടുക്കണമെങ്കിൽ 4 മണിക്ക് എടുക്കാൻ പറ്റില്ല, ഡബ്ബിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം മുതൽ ഒരു 8:20, 8:25 വരെ നമുക്ക് രാമായണം എടുത്തിട്ട് ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് ആരതി ചെയ്തിട്ട് മഹാഭാരതം 9 മണിക്ക് തുടങ്ങാം. എന്നിട്ട് മഹാഭാരതം 11 മണിക്ക് അവസാനിപ്പിക്കാം. ടൈറ്റ് ഷെഡ്യൂളിൽ പോയില്ലേ നമ്മുടെ ചാപ്റ്റേഴ്സ് പെൻഡിങ് ആയിപ്പോവും. അന്നേരം ഈ രഥം കണ്ടപ്പോഴേക്കും, സ്വർലോകത്തിൽ നിന്ന് വന്ന രഥം കണ്ടപ്പോഴേക്കും നമ്മുടെ രാമൻ എന്ത് ചെയ്തു? ഈ രഥത്തിൻ്റെ അടുത്തേക്ക് നടന്നു ചെല്ലാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ ആ സെക്കൻഡ് തന്നെ ഇന്ദ്രൻ എന്ത് ചെയ്തു? 1000 കുതിരകൾ വലിക്കുന്ന ആ സ്വർണ്ണ രഥം, ഇന്ദ്രന്റെ രഥമാണേ, ആ രഥത്തിൽ കയറിയിട്ട് പെട്ടെന്ന് അങ്ങ് അപ്രത്യക്ഷനായി. കാരണം രാവണ നിഗ്രഹം, രാവണനെ കൊന്നതിന് ശേഷം മാത്രമേ രാമനെ ഇന്ദ്രൻ കാണാൻ ആഗ്രഹിക്കുന്നുള്ളൂ. രാമൻ രാവണനെ കൊല്ലണം, അതിനുശേഷം മാത്രമാണ് രാമൻ രാവണനെ കാണാൻ ആഗ്രഹിക്കുന്നത്. അല്ല സോറി, നമ്മുടെ ഇന്ദ്രൻ രാമനെ കാണാൻ ആഗ്രഹിക്കുന്നത് രാവണനെ കൊന്നതിന് ശേഷം. അതുകൊണ്ടാണ് ഇപ്പൊ ഇന്ദ്രൻ അപ്രത്യക്ഷനായത്. പെട്ടെന്ന് തന്നെ ശരഭംഗ മഹർഷിയുടെ അടുത്തെത്തിയ സീതാരാമ ലക്ഷ്മണന്മാർ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ പാദമൊക്കെ തൊട്ട് നമസ്കരിച്ചു. അവരോട് മുനി പറഞ്ഞു ശരി വരൂ എന്നൊക്കെ പറഞ്ഞ് സ്വാഗതം പറഞ്ഞു. പിന്നീട് രാമൻ മുനിയോട് ചോദിച്ചു, മഹാമുനെ, അനുചിതമല്ലെങ്കിൽ ഇന്ദ്രൻ എന്തിനാ ഇവിടെ വന്നത്? എന്തായിരുന്നു കാര്യം? എന്നോടൊന്ന് പറയാവോ എന്ന് ചോദിച്ചു. അങ്ങേക്ക് സാധിക്കുമെങ്കിൽ എന്നോടൊന്ന് പറയാവോ എന്ന് ചോദിച്ചു. അപ്പൊ ശരഭംഗ മുനി പറയാണ്, ഒരുപാട് തപസ്സുകളൊക്കെ ചെയ്തതിൻ്റെ പുണ്യമായിട്ട് എനിക്ക് ബ്രഹ്മലോക പ്രാപ്തി കൈവന്നിട്ടുണ്ട്. ആർക്ക്? ശരഭംഗ മുനിക്ക്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ ശരഭംഗ മുനിയെ കുറിച്ച്? ശരഭംഗ മുനി ഒരുപാട് കഠിനമായിട്ടുള്ള തപസ്സുകളൊക്കെ ചെയ്തതുകൊണ്ട് ശരഭംഗ മുനിക്ക് ബ്രഹ്മലോകത്തേക്ക് പോകാനുള്ള അനുമതി ലഭിച്ചു. ഇന്ദ്രന്റെ വരവെന്ന് പറഞ്ഞാൽ ശരഭംഗ മുനിയെ ബ്രഹ്മലോകത്തേക്ക് എത്തിക്കാൻ വേണ്ടി, ആ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് ഇന്ദ്രൻ വന്നത്. പക്ഷേ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ലോകത്ത്, ഈ ഭൂമിയിൽ ജീവിച്ച് തീരുന്നതിന് മുൻപ് എനിക്ക് രാമന്റെ ദർശനം വേണം. അത് കിട്ടിയിട്ട് മാത്രം എന്നെ ആ ലോകത്തേക്ക് കൊണ്ടുപോയാൽ മതി. കാരണം അങ്ങ് സമീപത്ത് എവിടെയോ, രാമനോട് പറയണ, അങ്ങ് ഇവിടെ എവിടെയോ അടുത്തെവിടെയോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞിട്ടുണ്ട് അങ്ങ് ഇവിടെ എവിടെയോ ഉണ്ടെന്ന്. അപ്പം അങ്ങയെ കൂടെ കണ്ടതിന് ശേഷം മാത്രമേ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോകൂ, അത് ഞാൻ ഇന്ദ്രനോട് പറയാണ് എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് സമയം സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും രാമൻ മുനിയോട് പറയാണ്, വനവാസകാലം അത്രയും തങ്ങുവാൻ സാധിക്കുന്ന ഒരു വാസസ്ഥാനം അവിടുന്ന് കാട്ടിത്തരണം. ഞങ്ങൾ വനവാസത്തിന് വന്നിരിക്കുകയാണ്, അപ്പം അത് കഴിയുന്നത് വരെ ഞങ്ങൾക്ക് 3 ആൾക്കും താമസിക്കാൻ പറ്റിയൊരു സ്ഥലം അങ്ങ് കാണിച്ചു തരണം എന്ന് പറഞ്ഞു. സുദീക്ഷണൻ എന്ന് പറയുന്ന ഒരു മുനിശ്രേഷ്ഠനെ സമീപിക്കാൻ പറഞ്ഞു നമ്മുടെ ശരഭംഗ മുനി. പറഞ്ഞു, അതിനെന്താ രാമ, വേദനിക്കേണ്ട, അങ്ങൊരു കാര്യം ചെയ്യൂ, സുദീക്ഷണൻ എന്ന് പറയുന്ന ഒരു മുനിയുണ്ട്, അദ്ദേഹത്തെ ഒന്ന് പോയി കണ്ടോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ പറഞ്ഞു രാമ, ശരഭംഗ മുനി പറയണ, രാമ അങ്ങ് എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. എന്താണെന്നറിയോ? ഈ ഭൗതിക ശരീരം, അതായത് ഈ ശരഭംഗ മുനിയുടെ ശരീരം, ബ്രഹ്മലോക പ്രാപ്തി കിട്ടിയല്ലോ അദ്ദേഹത്തിന്, ഇന്ദ്രൻ കൊണ്ടുപോകാൻ വന്നതാണല്ലോ, അപ്പോഴാണല്ലോ രാമനെ കണ്ടിട്ടേ വരുന്നുള്ളൂ എന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞത്. അപ്പൊ പറയാണ് ശരഭംഗ മുനി പറയണ്, രാമ എനിക്കൊരു ഉപകാരം ചെയ്യണം, എൻ്റെ ഈ ശരീരം ഉപേക്ഷിക്കുന്നതിനുള്ള സമയം അടുത്തെത്തിയിട്ടുണ്ട്. എനിക്ക് അങ്ങയുടെ സാന്നിധ്യത്തിൽ, ശ്രീരാമസ്വാമിയായ അങ്ങയുടെ സാന്നിധ്യത്തിൽ തന്നെ എനിക്ക് മരണം സംഭവിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. ആര്? ശരഭംഗ മുനി പറഞ്ഞു. അഗ്നികുണ്ഡം തയ്യാറാക്കി, എന്നിട്ട് അതിലിങ്ങനെ നെയ്യൊഴിച്ചു. ആ അഗ്നികുണ്ഡത്തിൽ ആളി കത്തിച്ച ശേഷം മന്ത്രങ്ങളൊക്കെ ഉരുവിട്ടിട്ട് ആ ശരഭംഗ മുനി എന്ത് ചെയ്തു എന്നറിയോ? ആ അഗ്നികുണ്ഡത്തിലേക്ക് ഇറങ്ങിപ്പോയി. ഈ കഥയൊക്കെ രാമായണത്തിൽ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കേൾക്കാത്തവർ എത്ര പേരുണ്ട്? ശരഭംഗ മുനിയുടെ കഥയൊക്കെ നമ്മൾ ആകെ കേൾക്കുന്നത് കൂടുതലും രാമൻ രാവണനെ കൊന്ന കഥ, വനവാസത്തിന് പോയ കഥ. പക്ഷെ ഇത്രയും ആഴത്തിലേക്ക് ശരഭംഗ മുനിയെക്കുറിച്ചും സുദീക്ഷണ മുനിയെക്കുറിച്ചൊക്കെ ആരെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടോ? കേൾക്കാത്തവരുണ്ടെങ്കിൽ കേട്ടിട്ടില്ല എന്ന് പറയൂ കേട്ടോ. അങ്ങനെ മന്ത്രോച്ചാരണങ്ങളൊക്കെ ചെയ്തിട്ട് ശരഭംഗ മുനി എന്ത് ചെയ്ത്, ശ്രീരാമസ്വാമിയുടെ മുമ്പിൽ, ലക്ഷ്മണസ്വാമിയുടെ, സീതാമാതാവിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ആ അഗ്നികുണ്ഡത്തിലേക്ക് അങ്ങ് ഇറങ്ങിപ്പോയി. പെട്ടെന്ന് തന്നെ ശരഭംഗ മുനിയുടെ ശരീരം ഭസ്മമായിപ്പോയി. അടുത്ത സമയം എന്തുണ്ടായി? ശരഭംഗ മുനി അഗ്നികുണ്ഡത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നതും കാണാൻ പറ്റി. ശരഭംഗ മുനി എന്ത് ചെയ്തു? അഗ്നികുണ്ഡത്തിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് ഉയർത്തെഴുന്നേറ്റു. എന്നിട്ടോ
സ്വർഗീയ കാന്തി ചിന്തുന്ന, അതായത് സ്വർഗീയമായിട്ടുള്ള ഭംഗിയുള്ള യുവ ശരീരത്തോടുകൂടി, ഭയങ്കര യൗവനം തുളമ്പുന്ന ശരീരത്തോടുകൂടി നമ്മുടെ ശരഭംഗ മുനി ബ്രഹ്മലോകത്തേക്ക് ഇങ്ങനെ ഉയർന്നു പൊങ്ങി. ആലോചിച്ച് നോക്കണം. അപ്പം ശ്രീരാമസ്വാമിയുടെ വനവാസകാലം എന്ന് പറയുന്നത് എത്ര എത്ര പുണ്യമായ ആത്മാക്കൾക്ക്, ജീവാത്മാക്കൾക്ക്, എത്ര രാക്ഷസന്മാർക്കൊക്കെ മോചനം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം വനവാസം എടുത്തിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് നമ്മുടെ ശരഭംഗ മുനി നല്ല ശരീരകാന്തിയോടുകൂടി ബ്രഹ്മലോകത്തേക്ക് പോയി. ബ്രഹ്മലോകവാസികൾ എന്ത് ചെയ്തു? അദ്ദേഹത്തെ സാദരം സ്വാഗതം ചെയ്തു. ആ സമയത്ത് ഋഷിമാരെന്ത് ചെയ്തു എന്നറിയോ? രാമൻ്റെ അടുത്ത് പോയിട്ട് അവരുടെ വിഷമങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അല്ലയോ രാമ, ഇവിടെ വസിക്കുന്ന ഞങ്ങളെ പല രാക്ഷസന്മാരും ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായ പല ഋഷിമാരെയും രാക്ഷസന്മാരെ കൊന്നൊടുക്കിയെന്ന് വേണം പറയാൻ വേണ്ടി. ശവശരീരങ്ങളൊക്കെ അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ കിടക്കുന്നത് അങ്ങേക്ക് ഇപ്പം തന്നെ കാണാൻ പറ്റും. അതുകൊണ്ട് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുകയാണ്, ഞങ്ങളെ അവിടുന്ന് സംരക്ഷിക്കണം എന്ന് കുറേ ഋഷിമാർ നമ്മുടെ രാമനോട് പറയാൻ തുടങ്ങി. രാമൻ എന്ത് ചെയ്തു? മഹർഷിമാർക്ക് ഉറപ്പ് കൊടുത്തു. എന്തുറപ്പാ നൽകിയത്? ക്ഷത്രിയൻ എന്ന നിലയ്ക്ക്, ഞാൻ ക്ഷത്രിയനാണല്ലോ, അപ്പം ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളുടെ സേവകനാണ്. ഓക്കെ, ഞാൻ നിങ്ങളുടെ സേവകനാണ്. അപ്പോൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ പറയുന്ന നിങ്ങളെ ഉപദ്രവിക്കുന്ന രാക്ഷസന്മാരെ ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് കൊന്ന് നിങ്ങളെ ഞാൻ രക്ഷിക്കും, നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞു. ആ ഋഷിമാരുടെ കൂടെ രാമനും സുദീക്ഷണാശ്രമത്തിലെത്തി. പറഞ്ഞല്ലോ, ഋഷിഭംഗമുനി പറഞ്ഞല്ലോ സുദീക്ഷണൻ എന്ന് പറയുന്ന മുനിയെ കാണാൻ. എന്നിട്ട് ആ ഋഷിമാരുടെ കൂടെ രാമൻ എന്ത് ചെയ്തു? സുദീക്ഷണാശ്രമത്തിലേക്ക് വന്നു. അവരെ സ്വാഗതം ചെയ്തുകൊണ്ട് സുദീക്ഷണ മുനി പറയാണ്, ഞാൻ നിങ്ങളുടെ വരവും പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. അല്ലയോ രഘുവംശശ്രേഷ്ഠ. എന്താ വിളിക്കുന്നത്? അല്ലയോ രഘുവംശശ്രേഷ്ഠ. ബ്രഹ്മലോകത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്ദ്രൻ ഇവിടെ വന്നിട്ട് താങ്കൾ വരുന്നുള്ള സൂചനയൊക്കെ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് രാമൻ അപ്പം സുദീക്ഷണ മുനിയോട് പറയാണ്, ഞങ്ങൾക്ക് ഈ വനവാസം കഴിയുന്നത് വരെ താമസിക്കാനുള്ള ഒരു സൗകര്യം അങ്ങ് റെഡിയാക്കി തരണം എന്ന് പറഞ്ഞു. അദ്ദേഹം ആവട്ടെ, സുദീക്ഷണ മുനി എന്താ ചെയ്തത്? അപ്പോൾ സ്വന്തം പർണശാല തന്നെ രാമനും ലക്ഷ്മണനും സീതാമാതാവിനും കൊടുക്കാൻ റെഡിയായി. സുദീക്ഷണ മുനി പറഞ്ഞു, അതിനെന്താ, എൻ്റെ പർണശാലയിൽ അങ്ങ് ഉപയോഗിക്കൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടെ താമസിച്ച ഇവിടുത്തെ മാനുകളെ കൊല്ലുകയും അത് താങ്കളൊക്കെ അസന്തുഷ്ടനാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞപ്പം എന്ത് ചെയ്തു? രാമൻ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ താമസിച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മാനുകളൊക്കെ കൊല്ലും, അത് താങ്കൾ അസന്തുഷ്ടനാക്കും എന്നും പറഞ്ഞ് രാമൻ പറഞ്ഞു, ഇല്ല എനിക്കത് വേണ്ട എന്നും പറഞ്ഞ് രാമൻ അത് വേണ്ടാന്ന് തന്നെ പറഞ്ഞു. വിനയപൂർവ്വം നിരസിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ സുദീക്ഷണ ആശ്രമത്തിൽ ചെന്നിട്ട് രാത്രി മുഴുവൻ അവിടെ നിന്നു, രാമനും ലക്ഷ്മണനും ഒക്കെ. എന്നിട്ട് അടുത്ത ദിവസം രാവിലെ രാമൻ എന്ത് ചെയ്തു? അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ സുദീക്ഷണ മുനി രാമനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ദണ്ഡകാരണ്യത്തിലെ സർവ്വ ആശ്രമങ്ങളും അങ്ങ് കണ്ടതിന് ശേഷം എൻ്റെ ആശ്രമത്തിലേക്ക് തന്നെ മടങ്ങി വരണേ എന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് യാത്രാമധ്യേ പോകുന്ന വഴിക്ക് സീത രാമനോട് പറയാണ്, അല്ലയോ പ്രിയതമ, കഠിനമായ ലൗകിക വാസന നിമിത്തം മാന്യനും മഹാനുമായ പുരുഷന്മാരും കൂടി അധപ്പതിക്കുകയാണല്ലേ. എന്താ പറയുന്നത്? ഒരുപാട് ലൗകികമായിട്ടുള്ള ചിന്തകൾ കൊണ്ട് മാന്യന്മാരായിട്ടുള്ള കുറേ ആൾക്കാർ, എന്നിട്ടോ മഹാന്മാരായിട്ടുള്ള കുറേ പുരുഷന്മാരും എല്ലാവരും ഇങ്ങനെ അധപ്പതിക്കുകയാണല്ലേ. അതുകൊണ്ട് ഭൗതിക സുഖങ്ങൾക്കൊന്നും അടിമപ്പെടാതിരിക്കാൻ വേണ്ടി സ്വന്തം മനസ്സിനെയും പഞ്ചേന്ദ്രിയങ്ങളെയൊക്കെ നമ്മൾ നിയന്ത്രിക്കണം, അതല്ലേ വേണ്ടത് എന്ന് പറഞ്ഞു. 3 തരം പാപങ്ങളെക്കുറിച്ച് നമ്മൾ എപ്പോഴും ബോധ്യവാന്മാരായിരിക്കണം. എന്തൊക്കെയാണ്? അസത്യം പറയുക, രാമായണത്തിൽ പറയുന്ന 3 പാപങ്ങൾ കേട്ടോ. അസത്യം പറയുക, പരപുരുഷന്റെ ഭാര്യയുമായിട്ട് വേഴ്ച നടത്തുക, അതായത് വേറൊരു പുരുഷന്റെ ഭാര്യയെ സെക്ഷുവലി യൂസ് ചെയ്യുക, നിരപരാധികളോട് ക്രൂരത കാട്ടുക, അതായത് ഒരു തെറ്റും ചെയ്യാത്തവരോട് ക്രൂരത കാട്ടുക. ഇങ്ങനെയുള്ള 3 തരം പാപങ്ങൾ രാമായണത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, എന്താ പറയുന്നത്? അസത്യം പറയാൻ പാടില്ല, വേറെ ഭർത്താക്കന്മാരുടെ ഭാര്യമാരുമായിട്ട് ശാരീരിക ബന്ധം പാടില്ല, നിരപരാധികളോട് ക്രൂരത കാട്ടാൻ പാടില്ല. ആർക്കെങ്കിലും അറിയാമായിരുന്നോ രാമായണത്തിൽ പറയുന്ന 3 പാപങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്? ഇങ്ങനെ 3 പാപങ്ങൾ രാമായണത്തിൽ പറയുന്നുണ്ടെന്നറിയാമോ? അതും അറിയില്ല.
അറിയാത്തവരുണ്ടെ പറയണം കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം കൊണ്ട് നമ്മളിപ്പോൾ അത് മനസ്സിലാക്കിയില്ലേ. അങ്ങനെ 3 കാര്യങ്ങൾ അധർമ്മങ്ങൾ രാമായണത്തിൽ പറയുന്നുണ്ട്. അങ്ങയുടെ സ്വഭാവത്തിൽ ആദ്യം പറഞ്ഞ 2 പാപങ്ങളില്ല, അസത്യവും ഇല്ല, വേറെ ആൾക്കാരുടെ ഭാര്യയുമായിട്ട് അങ്ങ് ഒരിക്കലും ബന്ധപ്പെടുകയില്ല. സീത പറയാണ് രാമനോട്. അങ്ങനത്തെ 2 കാര്യം, ആദ്യം പറഞ്ഞ 2 പാപങ്ങളുടെ ഒരു അംശം പോലും അങ്ങയുടെ ജീവിതത്തിൽ ഇല്ല. അങ്ങ് ഒരിക്കലും അസത്യം പറഞ്ഞിട്ടില്ല. വേറൊരാളുടെ ഭാര്യനെ കുറിച്ച് കാമമോഹങ്ങൾ ചിന്തയിൽ കൂടിയും അങ്ങയുടെ ചിന്തയിൽ പോലും ഇല്ല. പക്ഷെ രാമ, അങ്ങ് എന്തിനാണ് കുറേ പാവമൃഗങ്ങളെ ഇങ്ങനെ വധിക്കുന്നത്? അങ്ങ് ഇപ്പം പറഞ്ഞില്ലേ അവിടെ താമസിക്കുമ്പോൾ അവിടുത്തെ മാനുകളെയൊക്കെ കൊല്ലുന്നു. അപ്പം കുറേ പാവമൃഗങ്ങളെ അങ്ങ് ഇങ്ങനെ കുറേ വധിക്കുന്നുണ്ടല്ലോ. ക്രൂരതയുടെ ഒരു ഭാവമല്ലേ അത്? സീത ചോദിക്കുകയാണെ, ക്രൂരതയല്ലേ അത് അങ്ങയുടെ സ്വഭാവത്തിലുണ്ട് എന്നുള്ളതിൻ്റെ തെളിവല്ലേ ഇത് എന്ന് പറഞ്ഞു. ഒരാവശ്യവും ഇല്ലാണ്ട് എത്ര മൃഗങ്ങളെയാണ് കൊന്നൊടുക്കുന്നത്. എനിക്കത് കാണുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. ആര് പറയുന്നു? സീത പറയാണ് രാമനോട്. ഇങ്ങനെയുള്ള സംഭവം നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ രാമായണത്തിൽ സീതാദേവി പറയാണ് അങ്ങ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ടോ രാമായണത്തിൽ? ആലോചിച്ച് നോക്കിക്കേ. ശ്രീരാമസ്വാമി എന്ന് പറഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് മാൻ എന്നല്ലേ നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു തെറ്റ് സീതാദേവി ശ്രീരാമസ്വാമിയോട് പറയുന്നുണ്ട്. കേട്ടിട്ടുണ്ടോ അങ്ങനെ രാമൻ ചെയ്യുന്നതിനെ പറ്റി? ആലോചിക്കുക. കേട്ടിട്ടുള്ളവർ പറയൂ. അറിയില്ല, ബട്ട് വായിച്ചിട്ടുണ്ട്. അങ്ങനെ സീതാദേവി പറയുന്നുണ്ട് രാമനോട്, നിരപരാധിയായ കുറേ മൃഗങ്ങളെ അങ്ങ് കൊല്ലുന്നുണ്ട്, അതെന്നെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. കയ്യിലൊരു വില്ല് സദാ അത് അങ്ങ് ഇങ്ങനെ എപ്പോഴും ഈ കയ്യിൽ ഇങ്ങനെ വില്ല് കൊണ്ട് നടക്കുന്നു. സുധിപ്രഭു പറയുന്നത് കേട്ടിട്ടില്ല എന്ന്. കയ്യിലൊരു വില്ല് പിടിച്ച് 24 മണിക്കൂർ ഈ വില്ലും അമ്പും കയ്യിൽ പിടിച്ച് നടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ കൊല്ലാനുള്ള വാസന അങ്ങേക്ക് ഉണ്ടാവുന്നത്. സീതാദേവി പറയുകയാണെ, കയ്യിലൊരു വില്ല് സദാ കരുതുന്നത് കൊണ്ടാണ് അങ്ങേക്ക് കൊല്ലുവാനുള്ള വാസനയും സൗകര്യവും ഉണ്ടാവുന്നത് എന്ന്. ആലോചിച്ച് നോക്കിക്കേ. എപ്പോഴും ഈ വില്ല് അങ്ങയുടെ കയ്യിലുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കൊല്ലണം എന്നുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുന്നത്. മാത്രമല്ല അതിനുള്ള സൗകര്യം അങ്ങേക്ക് കിട്ടുന്നുണ്ട്. ഈ വില്ല് കയ്യിലുള്ളതുകൊണ്ട് എടുക്കുന്നു, കൊടുക്കുന്നു, വെക്കുന്നു, കൊല്ലുന്നു. അപ്പോൾ അതിനുള്ള സൗകര്യം അങ്ങേക്ക് ഉണ്ടാവുന്നുണ്ട്. അഗ്നിക്കരികിൽ കൊണ്ടുവച്ച എരിപൊരുൾ അഗ്നിയെ ആളി കത്തിക്കുന്നത് പോലെ, അഗ്നിക്കരികിൽ തീൻ്റെ അടുത്ത് കൊണ്ടുവച്ച എരിപൊരുൾ അഗ്നിയെ ആളി കത്തിക്കുന്നത് പോലെയാണ് അങ്ങയുടെ കയ്യിൽ ഈ വില്ലുണ്ടായാൽ. ഇതുമായി ബന്ധപ്പെട്ട ഒരു കഥ ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം. പണ്ടൊരു കാലത്ത് കഠിന തപസ്സൊക്കെ ചെയ്ത ശ്രേഷ്ഠനായ ഒരു മുനി ഉണ്ടായിരുന്നു. കൂടുതൽ സിദ്ധിയും ശക്തിയും ഒക്കെ ഇങ്ങനെ ആർജിച്ചിട്ട് ആ മഹാമുനി തൻ്റെ സ്ഥാനം ആരെങ്കിലും കട്ടുകൊണ്ട് പോവോ എന്നുള്ള പേടി കൊണ്ട് ദേവേന്ദ്രൻ എന്ത് ചെയ്തു? ദേവേന്ദ്രൻ ചിന്തിച്ചു, ഈ മുനി ഇങ്ങനെ ഒരുപാട് തപസ്സൊക്കെ ചെയ്ത് കഴിയുമ്പം ആളുടെ സ്ഥാനം, ദേവേന്ദ്രൻ്റെ സ്ഥാനം ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നുള്ള പേടി കൊണ്ട് ദേവേന്ദ്രൻ എന്താ ചെയ്തത്? ഒരു പടയാളിയുടെ വേഷത്തിൽ ചെന്നിട്ട് ഈ മുനിയുടെ ആശ്രമത്തിലെത്തി. ഋഷി എന്ത് ചെയ്തു? എന്താ പറയുക, ഋഷിയുടെ ഉത്കർഷണത്തിന് പ്രതിബന്ധമുണ്ടാക്കാനായിട്ട്, അതായത് ഋഷിയുടെ ആ ഒരു തപസ്സിനൊക്കെ ഒരു തടസ്സം വരുത്താൻ വേണ്ടിയിട്ട് ഋഷി അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹത്തിൻ്റെ ഒരു കയ്യിലൊരു ഗഡ്ഗം കൊടുത്തിട്ടു പറയാണ്, ഋഷിയുടെ കയ്യിലൊരു ഗഡ്ഗം കൊടുത്തിട്ട് പറയാണ്, ദയവ് ചെയ്ത് ഞാൻ തിരിച്ചു വരുന്നവരെ ഈ ഗഡ്ഗം അവിടുന്ന് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. താൻ നൽകിയ വാക്ക് പാലിക്കണമെന്ന് നിഷ്കർഷയുണ്ടായ മുനി, ആ മുനി എന്താ ചെയ്തത്? എപ്പോഴും ഗഡ്ഗം കയ്യിൽ തന്നെ സൂക്ഷിക്കാൻ ശ്രദ്ധിച്ചു. ശരിയെന്ന് പറഞ്ഞ് വാങ്ങി ആ ഗഡ്ഗം കയ്യിൽ തന്നെ സൂക്ഷിക്കാൻ വേണ്ടി മുനി ശ്രദ്ധിച്ചു. വനത്തിനുള്ളിൽ കുറേ പുഷ്പങ്ങളും ഫലങ്ങളും ശേഖരിക്കാൻ പോകുമ്പോൾ കൂടി ആ വാളും എടുത്തുകൊണ്ടാണ് അദ്ദേഹം പോവുക. പെട്ടെന്ന് ഗുരുവിൻ്റെ ഹൃദയം മെല്ലെ മെല്ലെ ക്രൂരതയിലേക്ക് വന്നു. ആ വാള് കയ്യിലുണ്ടായിരുന്നപ്പം ഗുരുവിൻ്റെ ഹൃദയം അവിടെ കൊട്ടണം, ഇവിടെ വെട്ടണം. അതങ്ങനെയാണല്ലോ, നമ്മളെ കയ്യിലൊരു വടിയുണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ ഇതിനെയൊക്കെ തല്ലിക്കൊണ്ട് പോകും. അപ്പം അങ്ങനെ ഇങ്ങനെയൊക്കെ വെട്ടണം, കുത്തണം എന്നൊരാഗ്രഹം ദേവേന്ദ്രൻ കൊടുത്തു പോയതാണ് ഒരു ഗഡ്ഗം, ഒരു വാള്. വനത്തിൻ്റെ ഉള്ളിലൊക്കെ പോകുന്ന സമയത്ത് ഈ വാള് എന്താ ചെയ്തത്? ഈ വാള് കയ്യിലുള്ളതുകൊണ്ട് ഋഷി എന്ത് ചെയ്തു? എല്ലാത്തിനെയും വെട്ടാനും കുത്താനും ഒക്കെ ഇങ്ങനെ തുടങ്ങി. അവസാനം കഠിന വ്രതങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ആ സന്യാസ ജീവിതം ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം എന്തായി? ഒരു ഹിംസപ്രധാനമായിട്ടുള്ളൊരു ജീവിതം നയിക്കാൻ തുടങ്ങി. ആ മുനി എല്ലാത്തിനെയും ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പം ഈ രീതിയിൽ അധമനായി തീർന്ന ആ ബ്രാഹ്മണന് മരണശേഷം ആ ബ്രാഹ്മണൻ ഇങ്ങനെ, ഒരു മിനിറ്റ് ബിന്ദുമ്മേ ഒന്ന് കാണിച്ചു തരുമോ?
അരിഞ്ഞത് കാണിച്ചു തരൂ. ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ കുറച്ച് വാഴയ്ക്കകത്തോട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് തോരൻ വെക്കാൻ ബിന്ദമ്മയോട് അരിയാൻ പറഞ്ഞു. ഓക്കെ 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 ഓക്കെ, ഇവർക്കും കൂടി കാണിച്ചു കൊടുക്കാം. ഈ വാഴയ്ക്കകത്തോടില്ലേ, എല്ലാവർക്കും അറിയാലോ, വാഴയ്ക്കകത്തോട് അറിയില്ലേ? ഈ വാഴയ്ക്കകത്തോട് വാങ്ങിയിട്ടതാ ഈ സൈസിൽ അരിഞ്ഞെടുക്കുക. കഴുകിയിട്ട് ഈ സൈസിൽ അരിഞ്ഞെടുത്തിട്ട് ഇതിലേക്ക് നാളികേരവും പച്ചമുളകും കൂടെ മിക്സിയിൽ, ജീരകടണ്ട, നാളികേരവും പച്ചമുളകും കൂടെ മിക്സിയിൽ ഒന്ന് ചതച്ചിട്ട് ഇതിൽ മിക്സ് ചെയ്യാം. കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ട് സാധാരണ തോരൻ വെക്കുന്ന പോലെ വെച്ചാൽ നല്ല ടേസ്റ്റുമാണ്, നല്ല രുചിയുമാണ്, ശരീരത്തിന് വളരെ നല്ലതാണ് കേട്ടോ. വാഴയ്ക്കകത്തോട് തോരൻ വെച്ചോളൂ. ഈ മറ്റേ ഇതൊക്കെ വറുക്കുന്ന കടയിൽ കിട്ടും, ചിപ്സൊക്കെ വറുക്കുന്ന കടയിൽ. അങ്ങനെ ഇത്രയും ദുഷ്ടത്തരം ചെയ്തു തുടങ്ങിയ ഈ എന്താ പറയുക ബ്രാഹ്മണൻ, ഇയാൾ വിചാരിച്ചു, നമ്മുടെ ദേവേന്ദ്രൻ വിചാരിച്ചു ഈ ബ്രാഹ്മണൻ കുറേ തപസ്സൊക്കെ ചെയ്ത് കഴിയുമ്പം ദേവേന്ദ്രൻ്റെ സ്ഥാനം പോവും എന്ന് കരുതിയിട്ടാണ് ദേവേന്ദ്രൻ ഈ ബ്രാഹ്മണൻ്റെ കയ്യിലൊരു വാള് കൊടുക്കുന്നത്. ഈ വാള് വെച്ച് അതിനെയും വെട്ടി ഇതിനെയും വെട്ടി അങ്ങനെ വെട്ടി 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 ഈ ബ്രാഹ്മണൻ്റെ ആ ഒരു നല്ല ഇതൊക്കെ പോയി, എല്ലാ ഗുണങ്ങളും പോയി. അവസാനം അദ്ദേഹം മരിച്ചതിന് ശേഷം ശിക്ഷയായിട്ട്, ഇതിനൊക്കെ നിരപരാധിയൊക്കെ ഉപദ്രവിച്ച കാരണം ശിക്ഷയായിട്ട് അദ്ദേഹം എവിടെ എത്തിയെന്നറിയോ? നരകത്തിൽ എത്തിച്ചേർന്നു. അതുകൊണ്ട് സീത പറയാണ്, അല്ലയോ പ്രിയതമ, ഇന്ദ്രന്റെ വാളിന്റെ സാമീപ്യം ഒന്നുകൊണ്ട് മാത്രം, ഇന്ദ്രൻ കൊടുത്ത ആ വാളിന്റെ സാമീപ്യം കൊണ്ട് മാത്രമാണ് അധമനായി തീർന്ന എന്താ പറയുന്നത് ബ്രാഹ്മണനെ ഓർക്കുമ്പോൾ അങ്ങയോട് ഇപ്രകാരം പ്രാർത്ഥിക്കാൻ എനിക്ക് തോന്നുന്നു. ഇന്ദ്രൻ കൊടുത്ത ആ ഒരു വാളാണ് ആ ബ്രാഹ്മണനെ ഇത്രയും ദുരിതത്തിലേക്ക് എത്തിച്ചേർത്തത്. അതുകൊണ്ട് എനിക്ക് അങ്ങയോട് പറയാൻ തോന്നാണ്, ഋഷിമാരെ ഉപദ്രവിക്കുന്ന രാക്ഷസന്മാരെ കൊല്ലാൻ മാത്രമേ അങ്ങ് എന്ത് ചെയ്യുന്നത്, അതെ കഞ്ഞിവെള്ളത്തിലിട്ട കറ പോവും, അങ്ങ് എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു അമ്പും വില്ലും ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ, അല്ലാണ്ട് അങ്ങ് ഈ അമ്പും വില്ലും ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു. അതിനു വേണ്ടി മാത്രം, രാക്ഷസന്മാരെ കൊല്ലാൻ വേണ്ടി മാത്രം അങ്ങ് അസ്ത്രശസ്ത്രങ്ങൾ കയ്യിലെടുത്താൽ മതി. അല്ലാണ്ട് നിരപരാധികളാണെന്ന് കാണുമ്പോൾ രാക്ഷസന്മാരാണെങ്കിലും നിരപരാധികളാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെയൊക്കെ ഒഴിവാക്കണം. അല്ലാതെ അങ്ങ് ഒരിക്കലും അവരെ നിരപരാധികളെ ഒന്നും അങ്ങ് ഈ അമ്പും വില്ലും വെച്ച് കൊല്ലരുത് എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഞാൻ രാക്ഷസന്മാർ പാവങ്ങളാണെങ്കിൽ അവരെ പോലും കൊല്ലാതെ വിടണമെന്ന് പറയുന്നുണ്ടെങ്കിൽ പ്രിയതമ്മ, അപ്പം സാധു മൃഗങ്ങളുടെ കാര്യം ആലോചിച്ച് നോക്ക്, അവരെ ഒന്നും അങ്ങ് ഉപദ്രവിക്കല്ലേ എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പം ഇത് നോക്കിക്കേ, എനിക്കറിയാം എന്നെപ്പോലൊരു വിഡ്ഢിപ്പെണ്ണിന്, സീതാദേവി പറയാണ്, എനിക്കറിയാം എന്നെപ്പോലൊരു വിഡ്ഢിപ്പെണ്ണ്, ഞാനൊരു വിഡ്ഢിയാണ് പ്രിയതമ്മ, അങ്ങനെയുള്ളൊരു വിഡ്ഢിപ്പെണ്ണിന് മതതത്വങ്ങളെക്കുറിച്ചൊന്നും അങ്ങയെ ഉപദേശിക്കാനുള്ള അർഹതയൊന്നും ഒരു ലേശം പോലും ഇല്ല, ഒട്ടുമില്ല എനിക്ക്. ഞാനൊരു വിഡ്ഢിയായ ഒരു സ്ത്രീയാണ്. എന്നാൽ കൂടി ഞാൻ പറഞ്ഞത് ഉചിതമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ വാക്കുകളെക്കുറിച്ച് അങ്ങൊന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് അങ്ങ് എപ്പോഴെങ്കിലും വീണ്ടും ഒന്ന് ചിന്തിച്ചു നോക്കുക. എന്നിട്ട് എന്താണോ ശരി എന്ന് തോന്നുന്നത് അതങ്ങ് പ്രവർത്തിച്ചോളൂ, ഞാൻ അങ്ങയെ നിർബന്ധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പം രാമൻ പറയാണ്, പ്രിയ സീതേ, ചിരിച്ചുകൊണ്ടാ പറയുന്നത്, പ്രിയ സീതേ, ജ്ഞാനം നിറഞ്ഞ നിന്റെ വാക്കുകളെ ഞാൻ ഒരുപാട് വിലമതിക്കുന്നു. കാരണം അറിവ് നിറഞ്ഞ ആ വാക്കുകളാണ് നീ പറഞ്ഞത്. ആ വാക്കുകളെ ഞാൻ ഒരുപാട് വിലമതിക്കുന്നുണ്ട്, ഞാൻ സ്വീകരിക്കുന്നുണ്ട്. എൻ്റെ നന്മയ്ക്കായിട്ട് നീ നൽകിയ ഈ ഒരു ഉപദേശം എന്ന് പറയുന്നത് നിനക്ക് എന്നോടുള്ള വലിയൊരു പ്രേമത്തിൻ്റെ തെളിവാണ്. അതുകൊണ്ടാണ് നീ എന്നെ ഇത്രയും ഉപദേശിച്ചത്. സ്നേഹിക്കപ്പെടാത്തവന് ഇത്രയും കാപഢ്യരഹിതമായ ഉപദേശം ഒരിക്കലും ലഭിക്കില്ല. നീ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നീ എനിക്ക് ഇത്രയും നല്ല ഉപദേശം നൽകിയത്. എന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നീ ഇത്രയും നല്ലൊരു ഉപദേശം നീ എനിക്ക് നൽകില്ല, നീ നല്ല ആരും നൽകില്ല. ജാനകി, സീതയെ വിളിക്കുകയാണ് കേട്ടോ, ജാനകി, ഈ മഹർഷിമാർക്ക് രാക്ഷസന്മാരെ പെട്ടെന്ന് കൊല്ലാനുള്ള ശക്തിയുണ്ട്. പക്ഷേ നല്ല കഠിനമായിട്ടുള്ള വ്രതങ്ങൾ കൊണ്ട് അവരാർജിച്ച പുണ്യം, ആ മഹർഷിമാർ നേടിയെടുത്ത പുണ്യം അത്രയും നശിച്ചു പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്, അവരാ രാക്ഷസന്മാരെ കൊന്നു കളഞ്ഞാൽ. അതുകൊണ്ടാണ് അവരത് ചെയ്യാത്തത്. ഓക്കെ, ഈ കാരണങ്ങൾ കൊണ്ടാണ്, ആ പുണ്യം നശിക്കരുത് എന്നുള്ള ഒറ്റ കാരണങ്ങൾ കൊണ്ടാണ് അവർ എൻ്റെ അടുത്ത് അഭയം തേടിയിരിക്കുന്നത്. ദണ്ഡകാരണ്യത്തിലെ രാക്ഷസന്മാരെ വേരോടെ നശിപ്പിക്കാൻ എന്നുള്ളത് ഞാൻ അവർക്ക് സത്യം ചെയ്തു കൊടുത്ത വാക്കാണ്. അവരെ ഉപദ്രവിക്കുന്ന ഈ രാക്ഷസന്മാരെ ഉന്മൂലനാശനം ചെയ്യും എന്നുള്ളത് ഞാൻ ശ്രീരാമസ്വാമി
ഈ മുനിമാർക്ക് കൊടുത്തിട്ടുള്ള വാക്കാണ്, സത്യമാണ്. നിന്നെയോ ലക്ഷ്മണനെയോ പോലെ പരിത്യജിക്കാൻ എനിക്ക് കഴിയും. നീയും ലക്ഷ്മണനും ചെയ്യുന്ന പോലെ അവരെ അങ്ങ് നിങ്ങളെ ഉപേക്ഷിക്കാൻ എനിക്ക് കഴിയും. അതായത് നിന്നെ സീതാദേവീനെ ലക്ഷ്മണനെ പോലും ഉപേക്ഷിക്കാൻ കഴിഞ്ഞേക്കാം എനിക്ക്. മേ ബി ചെയ്യുന്നല്ല പറയുന്നത്, ഒരു ഇത് പറയാണ്. എനിക്കൊരു പക്ഷെ നിങ്ങളെ രണ്ടുപേരെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ദ്വിജന്മാർക്ക് കൊടുത്ത വാക്ക്, അതായത് മഹർഷിമാർക്ക് കൊടുത്ത വാക്ക്, അത് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതെന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ ക്ഷത്രിയനാണ്, ഞാൻ മഹർഷിമാർക്ക് കൊടുത്ത വാക്ക് പാലിക്കണം എന്ന് പറഞ്ഞു. നടന്ന് സീതാരാമ ലക്ഷ്മണന്മാർ എന്ത് ചെയ്ത് നല്ല വിശാലമായിട്ടുള്ള സ്വർഗീയ സുന്ദരമായിട്ടുള്ള ഒരു തടാകത്തിൻ്റെ അടുത്തെത്തി. നല്ലൊരു തടാകം ഉണ്ടായിരുന്നു, അവിടെ എത്തി. ആരും അവിടെ ഇല്ല ആ തടാകത്തിൻ്റെ അടുത്ത്. പക്ഷേ അത്ഭുതകരമായിട്ടുള്ള രീതിയിൽ ആ തടാകത്തിൻ്റെ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് ഒരു പാട്ട് കേൾക്കുന്നുണ്ട്, ഒരു ഗാനം. അവിടെ ആരും ഇല്ല ആ തടാകത്തിൻ്റെ അടുത്ത്. പക്ഷെ ആ തടാകത്തിൻ്റെ ഏറ്റവും അടിയിൽ നിന്ന് നല്ല മധുരമായിട്ടൊരു പാട്ട് കേൾക്കുന്നുണ്ട്. രാമൻ അഭ്യർത്ഥിച്ചതനുസരിച്ച് അരികത്തുണ്ടായിരുന്ന ധർമ്മഭൃത് മഹർഷി, അതിൻ്റെ അപ്പുറത്ത് ഉണ്ടായിരുന്ന ധർമ്മഭൃത് എന്ന് പറയുന്ന ഒരു മഹർഷി ഒരു വിശദീകരണം കൊടുത്തു. എന്താ പറയുക? അല്ലയോ രാമ, മാണ്ഡകർണി എന്ന് പറയുന്ന മഹാമുനി സ്വന്തം തപശക്തി കൊണ്ട് നിർമ്മിച്ച ഉറവ വറ്റാത്ത ഈ ജലം നിറഞ്ഞ തടാകത്തിൻ്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചാബ് സരസ് എന്നാണ്. പഞ്ചാബ് സരസ്. എന്താ പറയുന്നത്? രാമൻ്റെ അടുത്തുണ്ടായ ധർമ്മഭൃത് എന്ന് പറയുന്ന മഹർഷി പറയാണ്, അല്ലയോ രാമ, മാണ്ഡകർണി എന്ന് പറയുന്ന ഒരു മഹാമുനി ഉണ്ടായിരുന്നു. ആ മുനിയുടെ സ്വന്തം തപസ് കൊണ്ട് നിർമ്മിച്ച ഒരിക്കലും വെള്ളം വറ്റാത്ത ഈ തടാകത്തിൻ്റെ പേരെന്ന് പറയുന്നത് പഞ്ചാബ് സരസ് എന്നാണ്. അത് കഴിഞ്ഞിട്ട് ആ മഹാഋഷി തടാകക്കരയിലെത്തി. വായു മാത്രം കഴിച്ചുകൊണ്ട്, ഭക്ഷണമൊന്നും കഴിക്കാതെ വായു മാത്രം കഴിച്ചുകൊണ്ട് 10,000 വർഷം ആ മഹാമുനി തപസ്സിരുന്നു. തങ്ങളുടെ ആസ്ഥാനം കൈക്കലാക്കാൻ വേണ്ടിയാണ് ഋഷിമാരുടെ തപസ്സെന്ന് ദേവന്മാർ മുഴുവൻ തെറ്റിദ്ധരിച്ചു. എപ്പോഴും ദേവന്മാർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട് മുനിമാരോട്, മഹർഷിമാരോട്. ദേവന്മാരുടെ സ്ഥാനം കൈക്കലാക്കാനാണ് ഇവരിങ്ങനെ തപസ് ചെയ്യുന്നത്. മണ്ഡാകർണിണിയുടെ തപസ് മുടക്കാൻ വേണ്ടിയിട്ട് അവർ 5 അപ്സരസുകളെ പറഞ്ഞു വിട്ടു. ഈ ദേവന്മാരെന്ത് ചെയ്ത് മണ്ഡാകർണി എന്ന് പറയുന്ന ഈ മുനിയുടെ തപസ് ബ്ലോക്ക് ചെയ്യാൻ, തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് 5 അപ്സരസുകളെ പറഞ്ഞു വിട്ടു. മഹർഷി ആവട്ടെ ദേവന്മാർ വിചാരിച്ച പോലെ അപ്സരസുമാരുടെ ആ ശരീര സൗന്ദര്യത്തിന് അടിമപ്പെട്ട് അവരെ മുഴുവൻ വിവാഹം കഴിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഈ ജലത്തിൻ്റെ അടിയിൽ രഹസ്യമായിട്ടുള്ളൊരു വീട് നിർമ്മിച്ചിട്ട് അവരുമായിട്ട് അവിടെ അങ്ങനെ താമസിക്കാൻ തുടങ്ങി. എന്നിട്ടോ താങ്കൾ ശ്രവിച്ച മധുരഗാനം, ഇപ്പോൾ രാമൻ കേട്ട ആ മധുരഗാനം അപ്സരസുകളുടേതാണ്. തൻ്റെ സിദ്ധികളാൽ യുവത്വം വീണ്ടെടുത്ത മുനിയെ പരിചരിച്ചുകൊണ്ട് അന്ന് തൊട്ട് ആ 5 അപ്സരസുകളും അവിടെ അങ്ങനെ ജീവിക്കുകയാണ്. ഈ മുനിയുടെ കൂടെ ഈ തടാകത്തിൻ്റെ അടിയിൽ ഈ 5 അപ്സരസുകളും ജീവിക്കുകയാണ്. പിന്നീട് 3 ആളും കൂടി ദണ്ഡകാവനത്തിലെ ഓരോ ആശ്രമത്തിലും സന്ദർശിച്ചു. ആര്? നമ്മുടെ സീതാദേവിയും രാമനും ലക്ഷ്മണനും കൂടെ. അവര് ചില ആശ്രമങ്ങളിൽ 2 ആഴ്ചയും ചിലപ്പോൾ 1 മാസവും ചിലപ്പോൾ 1 വർഷം വരെയൊക്കെ ഓരോരോ ആശ്രമങ്ങളിൽ താമസിച്ചു. അങ്ങനെ വനവാസത്തിൻ്റെ 10 വർഷം നല്ല സുഖസമൃദ്ധിയോടുകൂടി അവരങ്ങ് ജീവിച്ചു. ദണ്ഡകാരണ്യത്തിലെ എല്ലാ ആശ്രമങ്ങളും അവർ സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്ത് സുദീക്ഷണ ആശ്രമത്തിലേക്ക് മടങ്ങി. മുമ്പേ നമ്മൾ പറഞ്ഞ സുദീക്ഷണ ആശ്രമത്തിലേക്ക് പോയി. ഒരു ദിവസം സംഭാഷണത്തിൻ്റെ ഇടയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സുദീക്ഷണ മുനിയോട് ശ്രീരാമസ്വാമി പറയാണ്, മുനിശ്രേഷ്ഠനായ അഗസ്ത്യൻ ദണ്ഡകവനത്തിൽ വസിക്കുന്നുണ്ട്. പക്ഷേ വളരെ വിസ്തൃതമായ ആ വനത്തിൽ പോയിട്ട് അഗസ്ത്യാശ്രമം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. മനസ്സിലായില്ലേ? കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ കണ്ട് വന്ദിച്ചിട്ട് അനുഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്.
ആര് പറയാണ്? രാമൻ പറയാണ് മുനിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ. എന്താ പറയുന്നത്? ദണ്ഡകവനത്തിൽ അഗസ്ത്യൻ എന്ന് പറയുന്ന മുനി താമസിക്കുന്നുണ്ട്. അയ്യോ, ആ നമ്പർ പറഞ്ഞു കൊടുത്തൂടെ നമ്മ? ഇവിടെ ഇതേ നമ്പർ എഴുതി വെച്ചിരിക്കും, നിങ്ങൾ തരൂ, ഒരു മിനിറ്റ്. അവർക്ക് റൂം അത്യാവശ്യമായിട്ടായിരിക്കും. ആ നമ്പർ പറഞ്ഞു കൊടുത്തിട്ട് അതിൽ വിളിക്കാൻ പറയും. ഒരു നമ്പർ തരാം പ്രഭുജി, ആ നമ്പറിൽ വിളിക്കൂ എന്ന് പറയാട്ടാ. അവർ നമ്മളെ വിശ്വസിച്ചല്ലേ വിളിക്കുന്നത്. അപ്പം രാമൻ പറയാണ്, എനിക്ക് ആ ഒരു അഗസ്ത്യ മുനിയെ എനിക്ക് കാണണമെന്നുണ്ട്. പക്ഷെ ഇത്രയും വലിയ കാട്ടിൻ്റെ ഉള്ളിൽ ഞാൻ എവിടെയാണ് അഗസ്ത്യ മുനിയുടെ ആശ്രമം കണ്ടുപിടിക്കാതെ? എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് കാരുണ്യപൂർവ്വം എനിക്ക് ആ ആശ്രമത്തിലെത്താനുള്ള വഴി സുതീക്ഷ്ണ മുനി പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ സുതീക്ഷ്ണൻ പറയാണ്, ആ മുനി പറയാണ്, ഈ ആഗ്രഹം നല്ലത് തന്നെയാണ്, നല്ല മംഗളദായകമായിട്ടുള്ള ആഗ്രഹമാണ്. ഇന്ന് തന്നെ അവിടുന്ന് യാത്രയ്ക്ക് റെഡി ആയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ മഹർഷി നൽകിയ കുറേ മാർഗനിർദ്ദേശങ്ങളോടെ എന്താ പറയാ, അങ്ങനെ മഹർഷി കുറച്ച് മാർഗനിർദ്ദേശങ്ങൾ, വഴികളൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആ വഴികൾ കേട്ടിട്ട് അവർ യാത്രയായി. അഗസ്ത്യാശ്രമത്തിൻ്റെ ആ ഒരു സ്ഥലത്തെത്തിയപ്പോഴേക്കും അവിടെ അഗസ്ത്യൻ വാതാപി ഇല്വഭൻ എന്ന എന്താ പറയാ, ആ അഗസ്ത്യാശ്രമത്തിൻ്റെ ആ ഏരിയയിലോട്ടേക്ക് എത്തിയപ്പോഴേക്കും അഗസ്ത്യൻ വാതാപി ഇല്വൻ എന്ന് പറയുന്ന അസുരന്മാരെയൊക്കെ വധിച്ച കഥ രാമൻ എന്ത് ചെയ്തു? ലക്ഷ്മണനും സീതാദേവിക്കും പറഞ്ഞു കൊടുത്തു. അഗസ്ത്യൻ വധിച്ച രാക്ഷസന്മാരെ പേരാണ് വാതാപി ഇല്വൻ. അങ്ങനെ 2 അസുരന്മാരെ വധിച്ചിട്ടുണ്ട് അഗസ്ത്യൻ. ആ കഥയൊക്കെ രാമൻ എന്ത് ചെയ്തു? സീതാദേവിക്കും ലക്ഷ്മണസ്വാമിക്കും പറഞ്ഞു കൊടുത്തു. അങ്ങനെ സന്ധ്യയായപ്പോഴേക്കും അഗസ്ത്യ മുനിയുടെ സഹോദരൻ്റെ ആശ്രമത്തിലേക്ക് ഇവരെത്തിച്ചേർന്നു. സന്ധ്യയായപ്പോഴേക്കും അഗസ്ത്യ മുനിയുടെ സഹോദരൻ്റെ ആശ്രമത്തിലേക്ക് ഇവരെ രാമലക്ഷ്മണന്മാരും സീതാദേവി എത്തി. അന്ന് രാത്രി അവരവിടെ താമസിച്ചിട്ട് പിറ്റേന്ന് രാവിലെ വീണ്ടും യാത്ര ചെയ്തിട്ട് അവരെന്ത് ചെയ്ത്? അഗസ്ത്യാശ്രമത്തിലേക്ക് എത്തി. ഓക്കെ, അങ്ങനെ അവരുടെ ആ ഒരു അവർ വന്നിട്ടുണ്ട്, ശ്രീരാമസ്വാമിയും സീതയൊക്കെ വന്നിട്ടുണ്ടെന്ന് ശിഷ്യൻ എന്ത് ചെയ്ത് അഗസ്ത്യമുനിയോട് പറഞ്ഞു. ഇങ്ങനെ ഇവർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും അഗസ്ത്യമുനി പറയാണ്, രാമനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വാ. ദീർഘകാലമായിട്ട്, ഒരുപാട് നാളായിട്ട് ഞാൻ അവരെ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, രാമനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങനെ ആശ്രമത്തിൻ്റെ അകത്തേക്ക് കടന്ന രാമൻ ദൈവങ്ങൾക്കും ദേവതകൾക്കൊക്കെ വേണ്ടി ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കുറച്ച് ഇരിപ്പിടങ്ങൾ കണ്ടു. ആശ്രമത്തിൽ കടന്നപ്പോൾ രാമൻ കാണാണ് ദേവന്മാർക്കും എന്താ പറയുക ദേവതകൾക്കൊക്കെ വേണ്ടിയിട്ട് ഇരിക്കാനുള്ള ഇരിപ്പിടം. രാമനെ സ്വീകരിക്കാൻ വേണ്ടി മുമ്പിലേക്ക് വന്ന അഗസ്ത്യമുനിയുടെ പാദങ്ങൾ രാമൻ തൊട്ട് വന്ദിച്ചു. എന്നിട്ട് അഗസ്ത്യമുനി എന്ത് ചെയ്തു? രാമനോട് ഇരിക്കാൻ പറഞ്ഞ് ഇരുത്തിച്ചു. വാനപ്രസ്ഥ വിധി അനുസരിച്ചിട്ടുള്ള ഭക്ഷണമൊക്കെ അഗസ്ത്യമുനി നൽകി. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ മുനി സന്തോഷത്തോടുകൂടി രാമന് വിശ്വകർമാവ് നിർമ്മിച്ച വിഷ്ണു ഭഗവാന്റേതായൊരു ധനുസ്സും ഇന്ദ്രൻ നൽകിയ ഒരിക്കലും അസ്ത്രമൊഴിയാത്ത ആവനാഴിയും ബ്രഹ്മാവിനാൽ നൽകപ്പെട്ട ഒരിക്കലും ലക്ഷ്യം തെറ്റാത്ത അസ്ത്രവും സ്വർണ്ണ ഖചിതമായൊരു വാളും കൊടുത്തു. ശ്രദ്ധിച്ചു കേട്ടോളൂ കേട്ടോ. അഗസ്ത്യമുനി രാമന് കൊടുത്തത് എന്താണെന്നറിയോ? വിശ്വകർമാവ് നിർമ്മിച്ച വിഷ്ണു ഭഗവാന്റേതായ ധനുസ്. ഓക്കെ, വിശ്വകർമാവ് നിർമ്മിച്ച വിഷ്ണു ഭഗവാന്റെ ധനുസ് അഗസ്ത്യമുനി രാമന് കൊടുത്തു. പിന്നെന്താ കൊടുത്തത്? ഇന്ദ്രൻ കൊടുത്ത ഒരു അസ്ത്രമൊഴിയാത്ത ആവനാഴി. ഇന്ദ്രൻ ഒരു ആവനാഴി കൊടുത്തു. അതിൽ നിന്ന് ഒരിക്കലും അസ്ത്രമൊഴിയിൽ എടുക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ഒരു 2 ആവനാഴികൾ, ഒന്നല്ല 2 ആവനാഴികൾ. പിന്നെ ബ്രഹ്മാവ് കൊടുത്ത ഒരിക്കൽ പോലും ലക്ഷ്യം തെറ്റാത്ത അസ്ത്രം. ഇതൊക്കെ ഈ യാത്രകളിൽ കൊടുക്കുന്നത് രാവണന്റെ വധത്തിന് വേണ്ടിയാണ്. ഓക്കെ, അന്നേരം എന്താ കൊടുത്തത്? ഒരിക്കലും ലക്ഷ്യം തെറ്റാത്ത അസ്ത്രങ്ങൾ. ഓക്കെ, പിന്നെ സ്വർണം കൊണ്ട് നിർമ്മിച്ച ഒരു വാള്. ഇത്രയും എന്താ കൊടുത്തത്? അങ്ങനെ ആര് കൊടുത്തു? അഗസ്ത്യമുനി രാവണന് കൊടുത്തു. ഇന്ന് ശ്രാവണ പൗർണമിയാണ്. ഓക്കെ, അത് പറയാൻ വിട്ടുപോയി. ഇന്ന് രാത്രി 12 മണി മുതൽ വെളുപ്പിനെ 2:30 മണി വരേക്കും നമുക്ക് നിങ്ങൾക്ക് പറഞ്ഞാൽ ശ്രാവണ പൗർണമി എന്നുള്ളതിനേക്കാളും മനസ്സിലാവുന്നത് 1/9/2023
ആഗസ്റ്റ് 1 ഇന്നേ ദിവസം രാത്രി 12 മണി മുതൽ 2:30 മണി വരേക്കും സൂപ്പർ മൂൺ അറിയില്ലേ? സൂപ്പർ മൂൺ എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? സാധാരണ ചന്ദ്രൻ കുറച്ചും കൂടെ വലുതായിട്ട് കാണും. അത് കാണാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ ഭൂമിയോട് വളരെ അടുത്ത് വരുന്ന സമയമാണിന്ന്. ഇന്നേ ദിവസം ഇന്ത്യയിൽ നിന്നുകൊണ്ട് നമുക്ക് രാത്രി 12 മുതൽ 2:30 വരേക്കും ചന്ദ്രനെ അത്രയും മനോഹരമായി കാണാൻ പറ്റും. സാധാരണ കാണുന്നതിനേക്കാൾ എത്രയോ ഇഞ്ച് വലിപ്പത്തിൽ കാണാൻ പറ്റും. അതിനെയാണ് ശ്രാവണ പൗർണമി എന്ന് പറയുന്നത്. ഓക്കെ, പൗർണമി ദിവസം. അപ്പം ഈ പൗർണമി ദിവസം നമ്മൾ ദേവിയെ ആരാധിക്കുന്നത്, ദേവിയെ പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ ഉചിതമാണ്. പൗർണമി വെളുത്ത വാവ് ദിവസം. ഓക്കെ, ഇതിനെ നമ്മൾ സയൻറ്റിഫിക് ഭാഷയിൽ സൂപ്പർ മൂൺ എന്ന് പറയും. അത് നമുക്ക് ഇന്ത്യയിൽ നിന്ന് ദൃശ്യമാവുന്നത് രാത്രി 12 മുതൽ 2:30 മണി വരെയാണ്. അതുകൊണ്ട് എല്ലാവരും ചന്ദ്രനെ ഇന്ന് നമസ്കരിക്കുക ആ രാത്രിയിൽ. ഓക്കെ, ആ സമയത്ത് ചന്ദ്രൻ്റെ മന്ത്രങ്ങൾ ഉരുവിടുക. അതൊക്കെ വളരെ ശ്രേയസ്കരമാണ്. അങ്ങനെ ഒരിക്കലും ലക്ഷ്യം തെറ്റാത്ത ആ ഒരു അസ്ത്രവും സ്വർണ്ണഖചിതമായിട്ടുള്ളൊരു വാളും അങ്ങ് സമ്മാനിച്ചു. നിങ്ങൾക്ക് നവഗ്രഹങ്ങളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് എപ്പോഴെങ്കിലും ഒരു ദിവസം സമയം കിട്ടുമ്പോൾ ഞാൻ എടുത്തുതരാം. ഓരോ ഗ്രഹത്തെക്കുറിച്ചും, നവഗ്രഹങ്ങൾ എന്തിനെ, എങ്ങനെ നവഗ്രഹത്തിൻ്റെ തന്നെ ഒരു വലിയ ബുക്കുണ്ട്. അത് വെച്ചിട്ട് ഞാൻ എടുത്തുതരാം. ഓക്കെ, അങ്ങനെ ഒരു വാളും സമ്മാനിച്ചു. ആർക്ക്? നമ്മുടെ ശ്രീരാമസ്വാമിക്ക്. ആര്? അഗസ്ത്യമുനി സമ്മാനിച്ചു. എന്നിട്ട് അഗസ്ത്യമുനി ഇതൊക്കെ കൊടുത്തിട്ട് സീതയോട് പറയാണ്, ഭർത്താവിനെ സ്വമേധയാ അതികഠിനമായ ഭർത്താവിനായിട്ട്, അതായത് ഭർത്താവിന് വേണ്ടിയിട്ട് സ്വന്തം തീരുമാനത്തോടുകൂടി അതികഠിനമായിട്ടുള്ള വനവാസം സ്വീകരിച്ച നീ അനശ്വര യശസ്സിന് ഉടമയായി തീരുന്നു പറഞ്ഞു. ഭയങ്കരമായിട്ട് ഒരിക്കലും നശിക്കാത്ത നല്ല യശസ്സിന് ഉടമയായി തീരും ആര്? സീതാദേവി എന്ന് പറഞ്ഞു. നിന്റെ പ്രവൃത്തി വിശിഷ്യ സുതാർഹ്യമാണ്. ഭയങ്കരം വിശേഷപ്പെട്ട പ്രവൃത്തിയാണ് നീ ചെയ്തത്. കാരണം സമ്പന്നരായിരിക്കുന്നിടത്തോളം കാലം മാത്രം, കാശുള്ള കാലം വരെ മാത്രം ഭർത്താവിനെ സ്നേഹിക്കുന്ന പ്രകൃതമാണ് കാലങ്ങളായിട്ട് സ്ത്രീകളിൽ കണ്ടുവരുന്നത്. എത്ര കാശുണ്ടോ ആ കാശുള്ള കാലം വരെ മാത്രം ഭർത്താവിനെ സ്നേഹിക്കുക എന്ന് പറയുന്ന സ്വഭാവമാണ് സ്ത്രീകൾക്കുള്ളത്. അല്ലെങ്കിൽ അങ്ങനത്തെ അത് മാത്രമാണ് സ്ത്രീകളുടെ സ്വഭാവം. പക്ഷെ അതൊന്നുമല്ല നീ കാണിച്ചത് ഭർത്താവിന് വേണ്ടിയിട്ട് അദ്ദേഹം വനവാസത്തിന് വന്നപ്പം നീയും ഒപ്പം വനവാസത്തിന് വന്നു എന്നുള്ളത് നീ നല്ല അഭിസംബോധന ചെയ്യാം, ഭവതി അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനെ ചെയ്തിരിക്കുന്നത് വലിയ കാര്യമാണ് എന്ന് പറഞ്ഞു. ഇവിടെ പക്ഷേ നീ നിൻ്റെ അങ്ങനെയൊക്കെയാണ് അഭിസംബോധന ചെയ്യുക. നമ്മളത് കാര്യമാക്കണ്ട കേട്ടോ, അത് വിട്ടേക്കും. നല്ല ബഹുമാനത്തോടു കൂടി അവർ സംസാരിക്കത്തുള്ളൂ. രാമനപ്പം മുനിയോട് പറഞ്ഞ് ഒരു വാസസ്ഥാനം, ഞങ്ങൾക്ക് താമസിക്കാനുള്ളൊരു സ്ഥാനം ഞങ്ങൾക്ക് വേണ്ടി നിർദ്ദേശിക്കാൻ അപേക്ഷിച്ചപ്പോൾ അദ്ദേഹം കുറച്ചു നേരം ഇങ്ങനെ മിണ്ടാതിരുന്നു, ചിന്തിച്ചുകൊണ്ടിരുന്നു. കാരണം ഒന്ന് ആലോചിക്കണം, വലിയ അയോധ്യ രാജ്യവും കൊട്ടാരമൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് കാടുകളിൽ വന്ന് മഹർഷിമാരോട് ഞങ്ങൾക്ക് താമസിക്കാനുള്ളൊരു സ്ഥലം വേണം എന്ന് പറയുന്നത്. ഓക്കെ, രാമനപ്പം എന്താ ചെയ്തത്? കുറച്ചു നേരം ചിന്തിച്ചുകൊണ്ട് രാമൻ നമ്മുടെ അഗസ്ത്യമുനിയോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു താമസിക്കാനുള്ള സ്ഥലം വേണമെന്ന് പറഞ്ഞു. ആ സമയത്ത് സാരല്ലോ ഉഷാമാതാജി, അന്നേരം ഇല്ല കുഴപ്പമില്ല, ബിന്ദുമ്മേ കുറച്ച് ചൂടുവെള്ളം തരാമോ? അന്നേരം എന്ത് ചെയ്തു? അത് ചോദിച്ചപ്പോൾ അഗസ്ത്യമുനി ഇങ്ങനെ മിണ്ടാതിരുന്നു, ചിന്തിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് പറയാണ്, 2 യോജനകൾക്കപ്പുറത്ത് ഗോദാവരി തടത്തിലുള്ള പഞ്ചവടി എന്ന് പറയുന്ന സ്ഥലം, 2 യോജനകൾക്കപ്പുറത്ത് ഗോദാവരി തടത്തിലുള്ള പഞ്ചവടി എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ളൊരു പ്രദേശം, അത് നിങ്ങൾക്ക് താമസിക്കാൻ ഉചിതമായിരിക്കും. രാമൻ യാത്ര പറയുന്ന സമയത്ത് മുനീന്ദ്രൻ അവരോട് തുറന്ന് സംസാരിച്ചു. എന്താ പറഞ്ഞെന്നറിയോ? എൻ്റെ യോഗസിദ്ധിയും എനിക്ക് അങ്ങയോടുള്ള വാത്സല്യവും കാരണം അങ്ങയുടെ ജീവചരിത്രം എനിക്ക് ദൃഷ്ടിഗോപചരമാണ് എന്ന് പറഞ്ഞു. എന്താ പറയണത്? എൻ്റെ യോഗസിദ്ധിയും എനിക്ക് അങ്ങയോടുള്ള ഒരു വാത്സല്യവും കൊണ്ട് അങ്ങയുടെ ജീവചരിത്രം അതെനിക്ക് കാണാം, അറിയാം എന്ന് പറഞ്ഞു. അതും പറഞ്ഞ് സംസാരിച്ച് രാമനും പോയി, ഇദ്ദേഹവും പോയി, മുനിയും പോയി. പഞ്ചവടിയിലേക്ക് പോകുന്നതിൻ്റെ വഴിയിൽ രാമലക്ഷ്മണന്മാർ ജഡായു എന്ന പേരായ പക്ഷിരാജനെ കണ്ടു. സാരല്ലേ ലേഖമാതാജി? പഞ്ചവടിയിലേക്ക് പോകുന്ന വഴിക്കാണ് സീതാരാമലക്ഷ്മണന്മാർ ജഡായു എന്ന് പേരുള്ള പക്ഷിരാജനെ കണ്ടു. ഓർത്തു വെച്ചോളൂ കേട്ടോ. നമ്മൾ പൊതുവെ എന്താ കേൾക്കുക? ജഡായു സഹായിച്ചു, അതൊക്കെ കേൾക്കത്തുള്ളൂ. പക്ഷേ
ജടായുവിനെ എവിടെ വെച്ച് കണ്ടു എന്നൊന്നും നമുക്കറിഞ്ഞൂടാ അല്ലേ. പഞ്ചവടിയിലേക്ക് പോകുന്ന വഴിക്കാണ് സീതാരാമലക്ഷ്മണന്മാർ ജടായു എന്ന് പറയുന്ന പക്ഷിരാജനെ കാണുന്നത്. ആ സമയത്ത് പക്ഷിരാജനായ ജടായു പറയാണ്, പ്രിയവത്സ, ഞാൻ അങ്ങയുടെ പിതാവിൻ്റെ നല്ലൊരു സുഹൃത്തായിരുന്നു. അതായത് ദശരഥ മഹാരാജാവിൻ്റെ നല്ലൊരു സുഹൃത്തായിരുന്നു. പഴയ കാലത്ത് കശ്യപ പ്രജാപതി ദക്ഷ പ്രജാപതിയുടെ 8 മക്കളെ കല്യാണം കഴിച്ചു. കശ്യപ പ്രജാപതി ദക്ഷ പ്രജാപതിയുടെ 8 മക്കളെ കല്യാണം കഴിച്ചു. വിനീതയിൽ നിന്നാണ് അരുണനും തമസ്സയിൽ നിന്ന് ശ്വേനിയും ജനിച്ചു. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ, വിനീത കദ്രു നമ്മൾ കഥ പഠിച്ചിട്ടില്ലേ? അപ്പോൾ വിനീതയുടെ 2 മുട്ടകൾ, ആ മുട്ടകൾ 2 ഇതെന്താ വരാത്തത് എന്ന് വിചാരിച്ചിട്ട് വിനീത ഒരു മുട്ട ഉടച്ച് കളഞ്ഞു. അപ്പോൾ പാതി ശരീരത്തോടു കൂടി ജനിച്ച ആ കുട്ടി നേരെ അരുണനായിട്ട് മേലോട്ട് പോയി. പഠിച്ചില്ലേ നമ്മൾ? ഓർക്കുന്നുണ്ടോ? ഓർമ്മ വരുന്നുണ്ടോ? കണക്ഷൻ കിട്ടുന്നുണ്ടോ? ആ വിനീതയിൽ നിന്നാണ് കശ്യപ പ്രജാപതി ദക്ഷ പ്രജാപതിയുടെ 8 മക്കളെ കല്യാണം കഴിച്ചു. അതിൽ വിനീത എന്ന് പറയുന്ന ഭാര്യയിൽ നിന്നാണ് അരുണൻ എന്ന് പറയുന്ന കുട്ടി ഉണ്ടാവുന്നത്. തമസ്സ എന്ന് പറയുന്ന ഭാര്യയിൽ നിന്നാണ് ശ്വേനി ജനിക്കുന്നത്. അരുണന്റെയും ശ്വേനിയുടെയും മകനായ ജടായു ആണ് ഞാനെന്ന് പറഞ്ഞു. ഓക്കെ, അരുണയുടെയും ശ്വേനിയുടെയും മകനായ ജടായു ആണ് ഞാൻ എന്ന് പറഞ്ഞു. അപ്പൊ ജടായുവിന്റെ അച്ഛന്റെ പേരെന്താണ്? അച്ഛന്റെ പേരെന്താണ്? അരുണയും ശ്വേനിയും. ഓക്കെ, ശ്വേനി കിട്ടിയില്ലേ? എന്തൊരു കണക്ഷൻസ് ആണല്ലേ അല്ലേ? നല്ല കണക്ഷൻസ് ഇല്ലേ? നമ്മുടെ ക്ലാസ് മഞ്ചരീസിലെ ഗുരുവായൂരപ്പൻ്റെ കിച്ചൂട്ടൻ്റെ അനുഗ്രഹപ്രകാരം നമ്മൾ എടുക്കുന്ന ആ ഒരു സബ്ജക്റ്റുകൾ ഇങ്ങനെ നല്ല കണക്ഷനോടുകൂടി പോകുന്നില്ലേ? നമുക്ക് കൃത്യം കണക്ഷൻ കിട്ടുന്നില്ലേ? അല്ലെങ്കിൽ നമ്മൾ കുറേ അവിടെ കേട്ട്, കുറേ ഇവിടെ കേട്ട്, കുറേ അത് കേട്ട്, കുറേ ഇത് കേട്ട് ഒന്നും ടച്ച് ആവില്ല അല്ലേ? പക്ഷെ പാല് പിരിഞ്ഞൊരവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പം എന്ന് പറയുമ്പം നല്ല സുഖകരമായിട്ട് കണക്ഷനോടുകൂടി നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ? അങ്ങനെ ആ അരുണന്റെയും ശ്വേനിയുടെയും മകനായ ജടായു ആണെന്ന് പറഞ്ഞു. പ്രിയ രാമ, അങ്ങയുടെ വിനീതദാസനായിരിക്കാൻ അവിടെ നിന്ന് എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. ഘോരന്മാരായിട്ടുള്ള കുറേ രാക്ഷസന്മാർ ഈ കാട്ടിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്. പർണകുടീരം വിട്ടിട്ട് ദൂരേക്ക് പോകുമ്പോൾ അങ്ങ് എവിടേക്കെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് ഞാൻ സീതാമാതാവിനെ കാത്തോളാന്ന് പറഞ്ഞു ജടായു. അങ്ങനെ അച്ഛൻ്റെ സുഹൃത്തായ ബെസ്റ്റ് ഫ്രണ്ടായ ജടായുവിനെ രാമൻ എന്ത് ചെയ്തു? ശിരസ് നമിച്ചിട്ടാണ് വന്ദിക്കുന്നത്. കാരണം അച്ഛൻ്റെ സുഹൃത്താണ്. ജടായുവിൻ്റെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള നിരീക്ഷണത്തിൽ അവർ പഞ്ചവടി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. അവിടെ എത്തിയ ഉടൻ തന്നെ രാമൻ എന്ത് ചെയ്തു? അനുജനോട് ഒരു ഉത്തരവാദിത്വം കൊടുത്തു. രാമൻ ലക്ഷ്മണനോട് നല്ലൊരു ഉത്തരവാദിത്വം കൊടുത്തു. പ്രിയ ലക്ഷ്മണ, നമ്മുടെ പർണകുടീരം നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ളൊരു സ്ഥലം അത് നീ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. അത് തടാകത്തിൻ്റെ അടുത്തോ നദിയുടെ അടുത്തോ ഒക്കെ ആയാൽ കുറച്ചും കൂടെ നല്ലത്. കാരണം വെള്ളവും നല്ല പച്ചപ്പും ഒത്തുചേർന്ന ആ പ്രകൃതി മനോഹരമായ സ്ഥലമാകുമ്പോൾ മനസ്സിന് കുറച്ചും കൂടെ സമാധാനമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു സ്ഥലം നീ എത്രയും പെട്ടെന്ന് ഇവിടെ കണ്ടുപിടിക്കുമെന്ന് രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു. അപ്പം ലക്ഷ്മണൻ പറഞ്ഞു, രാമ, അങ്ങേക്ക് ഇഷ്ടപ്പെട്ട ഒരിടം കണ്ടുപിടിച്ച് ഞാൻ കൊണ്ടുവരാം. ഞാൻ അവിടെ പർണശാലയും നിർമ്മിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഗോദാവരി നദീതീരത്ത് ചെന്താമരയും നീലത്താമരയും പൂത്തുലഞ്ഞു നിൽക്കുന്ന അതീവ സുന്ദരമായിട്ടുള്ള ഒരു തടാകത്തിൻ്റെ തീരത്ത് രാമന് വേണ്ടിയിട്ട് ഒരു സ്ഥലം, അത് ഒരു തടസ്സവും കൂടാതെ വളരെ ദൂരേക്ക് ദൃശ്യം, അതായത് അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ദൂരത്തേക്ക് കാണാൻ പറ്റും. അങ്ങനെ ദൃശ്യ സൗകര്യമുള്ള ഒരു നല്ല ഭൂപ്രദേശമായിരുന്നു ഈ നമ്മൾ പറഞ്ഞ പഞ്ചവടി എന്ന് പറയുന്ന സ്ഥലം. അങ്ങനെ ഒരു ഇടം, അരയന്നങ്ങളും ചക്രവാകങ്ങളൊക്കെ നല്ല ശബ്ദമൊക്കെ വെച്ചുകൊണ്ട് അടുത്തടുത്തുള്ള ഗുഹയിലിരുന്ന് നല്ല മയിലുകളൊക്കെ കരയുന്ന ശബ്ദവും എല്ലാം കൊണ്ട് ആ സ്ഥലം അടിപൊളി ഒരു സ്ഥലം, നല്ല ഭംഗിയുള്ളൊരു സ്ഥലം നമ്മുടെ ലക്ഷ്മണൻ കണ്ടുപിടിച്ചിട്ട് അവിടെ ഒരു പർണശാലയെ ലക്ഷ്മണൻ നിർമ്മിച്ചു. പുഷ്പബലിയൊക്കെ കൊടുത്ത ശേഷം നിറഞ്ഞ സന്തോഷത്തോടു കൂടി രാമൻ എന്ത് ചെയ്തു? ആ പർണശാലയിലേക്ക് കയറി. മെല്ലെ 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 മഞ്ഞുകാലം വരാൻ തുടങ്ങി. പ്രഭാത സൂര്യൻ്റെ സ്പർശം, അതായത് രാവിലെയുള്ള ആ പ്രഭാത സൂര്യൻ ആ മഞ്ഞുകാലത്ത് ഇങ്ങനെ വരുമ്പം ഭയങ്കര മഞ്ഞുണ്ടാകുമ്പോൾ പ്രഭാത സൂര്യൻ നമ്മളെ ഇങ്ങനെ തൊടുമ്പോൾ നല്ല എന്താ പറയുക, ഒരു തണുപ്പ് ഇല്ലേ? പ്രഭാരതിയായിട്ടില്ല,
നല്ലൊരു തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യും അല്ലെ, ചൂടും എല്ലാം കൊണ്ടുള്ള നല്ല കാലാവസ്ഥ. ആ സമയത്ത് എന്താ പറയുക, ഭയങ്കര നിർവൃതിയായ ഒരു കാലാവസ്ഥയിൽ ഒരു പ്രഭാതത്തിൽ ആ നദിയിൽ ഇങ്ങനെ കുളി കഴിഞ്ഞ് വന്ന രാമലക്ഷ്മണന്മാർ രാവിലെയുള്ള പൂജാ ചടങ്ങുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു രാക്ഷസി അവിടേക്ക് വന്നു. അവൾ രാമനെ കണ്ടപ്പോൾ ഭയങ്കര കാമം തോന്നി രാമനോട്. അവൾക്ക് നല്ല ശോഭ തുളുമ്പുന്ന ആ ഒരു നളിനക്ഷനായ രാമൻ കുളിച്ചിങ്ങനെ വരുമ്പോൾ രാമനെ കണ്ടപ്പോൾ ഈ രാക്ഷസിക്ക് പെട്ടെന്നൊരു കാമം തോന്നി. ആ മനുഷ്യരൂപം എടുത്ത കാമദേവനെ പോലെ സുന്ദരനായ രാമനെ കണ്ട രാക്ഷസിക്ക് ഭയങ്കരമായിട്ടുള്ള എന്ത് തോന്നി, കാമം തോന്നി. ആ സമയം ആ ഭീകര സത്വമായ രാക്ഷസി എന്ത് ചെയ്ത്, അതിവികൃതമായിരിക്കുന്ന അവളുടെ മുഖവും ഉന്തി നിൽക്കുന്ന അവളുടെ വയറും വല്ലാത്ത ഒരു വൃത്തികെട്ട കണ്ണുകളും ചെമ്പിച്ച തലമുടിയും കൊണ്ട് തികഞ്ഞ പൈശാചിക രൂപമായിട്ടാണ് ആര് നിൽക്കുന്നത്, ഈ രാക്ഷസി നിൽക്കുന്നത്. രാമൻ്റെ ശരീരവും യൗവനയുക്തമായിട്ടുള്ള എന്താ പറയുക, ആ ഒരു ആകാര വടിവും രാജകലയും ഒത്തിണങ്ങിയ ആ ഒരു ഓക്കെ വിനീഷ്, ശരി മോനെ, ആ ഒരു ശരീരകാന്തി കണ്ടപ്പോഴേക്കും ഘോര രാക്ഷസിയാണെങ്കിലോ വിരൂപയും മധ്യവയസ്കയും, രാമനാണെങ്കിലോ അതിസുന്ദരനും. എന്നിട്ടും കാമചാപങ്ങളേറ്റുള്ള താപവുമായിട്ട് അവൾ ആ കോലത്തിൽ അവൾ രാമൻ്റെ അടുത്ത് പോയിട്ട്, അല്ലയോ മനോഹര, താങ്കൾ ആരാണെന്നും ജഡാവൽക്കധാരിയായിട്ട് ഈ വനാന്തരത്തിന് എന്തിനാണ് ഈ വനാന്തരത്തിൽ വന്നത്, അങ്ങ് ആരാണ് ഈ ജഡയൊക്കെ പിടിപ്പിച്ചുകൊണ്ട് എന്നൊക്കെ ചോദിച്ച്, അങ്ങ് ആരാണെന്ന് എന്നോട് പറയൂ എന്ന് പറഞ്ഞു. മറുപടിയായിട്ട് സ്വന്തം എന്താ പറയുക കഥ പറഞ്ഞ ശേഷം രാമൻ ചോദിച്ചു, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. എൻ്റെ നാമം ശൂർപ്പണേഖ എന്നാകുന്നു. എന്താ പറഞ്ഞത്, എൻ്റെ നാമം ശൂർപ്പണഖ എന്നാകുന്നു. രാവണൻ, കുംഭകർണൻ, വിഭീഷണൻ, ഖരൻ, ദൂഷണൻ അവരുടെയൊക്കെ സഹോദരിയാണെന്ന് ഞാൻ പറഞ്ഞു. ആരാണ്? രാവണൻ്റെ, കുംഭകർണൻ്റെ, വിഭീഷണൻ്റെ, ഖരൻ്റെ, ദൂഷണൻ്റെ അവരുടെയൊക്കെ സഹോദരിയാണ് ഞാൻ. ഈ മറ്റേ കാട്ടിലുള്ള എല്ലാ ജീവികളെയും ഭയപ്പെടുത്തി അവരെയൊക്കെ ഭയത്തിന് അടിമപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പറഞ്ഞു. തുറന്നു പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങയോട് ഭയങ്കരമായ പ്രേമം തോന്നുന്നുണ്ട്, അതുകൊണ്ട് അങ്ങയെ ഭർത്താവായി എനിക്ക് സ്വീകരിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് അവളുടെ വിരൂപമായിട്ടുള്ള എന്താ പറയുക, എന്നിട്ട് പറയാണ്, താങ്കളുടെ വിരൂപയും വികലാംഗയുമായിട്ടുള്ള ഭാര്യയെ പെട്ടെന്ന് അങ്ങ് ഉപേക്ഷിക്ക്. രാമനോട് പറയാണ്, ആ ഭാര്യയെ ഉപേക്ഷിക്ക്. താങ്കളെപ്പോലെ നല്ല മഹാധീരൻ്റെ ഭാര്യയായിരിക്കാനുള്ള അർഹതയൊന്നും അവൾക്കില്ല, അവളെ അങ്ങ് ഉപേക്ഷിക്ക് എന്ന് പറഞ്ഞു. ഞാനാകട്ടെ നല്ല ശക്തിയുള്ളവളും എപ്പോഴും എവിടെ സഞ്ചരിക്കാനുള്ള കഴിവും എനിക്കുണ്ട്, അതുകൊണ്ട് ഞാനാണ് അങ്ങേക്ക് അനുയോജ്യമായിട്ടുള്ളൊരു സഹധർമ്മിണി, ഞാനാണ് അങ്ങേക്ക് ചേരുന്നവള്. ആദ്യമേ തന്നെ ഞാൻ ഈ ഒട്ടിയ വയറുള്ള സീതയെയും താങ്കളുടെ സോദരൻ ലക്ഷ്മണനെയും ഞാൻ അങ്ങോട്ടേക്ക് തിന്നുകളയാം, അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വതന്ത്രരായിട്ട് ജീവിക്കാം എന്ന് പറഞ്ഞു. കാമം നിറഞ്ഞ കണ്ണുകളോടുകൂടി ശൂർപ്പണേഖ ഈ രാമനെ അങ്ങ് നോക്കി. രാമനോ വല്ലാണ്ടങ്ങ് ചിരിച്ചുകൊണ്ട് തമാശയോടുകൂടി പറഞ്ഞു, ഞാൻ വിവാഹിതനാകുന്നു, മാത്രമല്ല നിന്നെപ്പോലൊരു യുവസുന്ദരിക്ക് നിന്റെ എന്താ പറയുക സപത്നീപദം എൻ്റെ ഭാര്യയാവാനുള്ള, എന്നെ സഹിക്കാനുള്ള കഴിവൊന്നും നിനക്കില്ല, അതൊക്കെ എനിക്കറിയാം. പക്ഷേ എൻ്റെ സഹോദരൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ധീരനാണ്, എന്നേക്കാൾ ഗംഭീരമാണ്, അതുകൊണ്ട് എൻ്റെ അഭിപ്രായം നീ അവനെ ഭർത്താവായി സ്വീകരിക്കുക എന്നുള്ളതാണ്. ഞാൻ കല്യാണമൊക്കെ കഴിച്ച് എനിക്കിനിയിപ്പോൾ അതിനുള്ള സമയമൊന്നുമില്ല. നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ ഈ മുരട്ട് സ്വഭാവമൊന്നും നിനക്ക് പിടിക്കില്ല, പക്ഷെ എൻ്റെ ആ സഹോദരൻ ഗംഭീരമായിട്ടുള്ളൊരു ധീരനാണ്, നീ അവൻ്റെ അഭിപ്രായം ഒന്ന് ചോദിക്കുക, എൻ്റെ അഭിപ്രായം നീ അവനെ കല്യാണം കഴിക്കുക എന്നുള്ളതാണ് തമാശ രൂപത്തിൽ രാമൻ പറയാൻ തുടങ്ങി. രാമൻ കളിയാക്കിയ ഈ ഒരു സംസാരം കേട്ട രാക്ഷസി ലക്ഷ്മണൻ്റെ നേർക്ക് തിരിഞ്ഞിട്ട് പറയാണ്, രാമദാസ് പ്രഭു എന്തോ മെസ്സേജ് ഇട്ടു, എനിക്ക് മനസ്സിലായില്ല. രാമൻ്റെ ഈ ഒരു കളിയാക്കുന്ന രീതിയിലുള്ള സംസാരം ഗൗരവമായിട്ടെടുത്ത്, ആ ഒരു സംസാരം ഭയങ്കര ഗൗരവമായിട്ടാണ് രാക്ഷസി എടുക്കുന്നത്. എന്നിട്ട് ലക്ഷ്മണൻ്റെ നേരെ പോയിട്ട് പറയാണ്, കാമവികാരത്താൽ മധോന്മത്തനായിരിക്കുന്ന അവള്,
അതായത് അവൾക്ക് ഭയങ്കര കാമാണല്ലോ. ആ ശൂർപ്പണഖയ്ക്ക് അവള് ലക്ഷ്മണനോട് പറയാണ്, അല്ലയോ ധീര സുന്ദര, അങ്ങയുടെ ചേട്ടനേക്കാൾ ശക്തനും നല്ല വശ്യ സുന്ദരനൊക്കെ അങ്ങാണ് കേട്ടോ. രാമനേക്കാൾ അങ്ങാണ് ഭയങ്കര സുന്ദരൻ. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങാണ് കുറച്ചും കൂടെ ഭർത്താവാൻ യോഗ്യനായിട്ടുള്ളത്. വരൂ, എന്നെ അങ്ങ് കല്യാണം കഴിച്ച് അങ്ങയുടെ ഭാര്യയാക്കോ. നമുക്ക് രണ്ടാക്കും ഇവിടെ ഈ വനത്തിൽ പലതരത്തിലുള്ള സന്തോഷത്തോടെയുള്ള ക്രീഡകളിലൊക്കെ ഏർപ്പെട്ടിട്ട് സുഖമായിട്ട് നമുക്ക് ജീവിക്കാം. ശൂർപ്പണഖ പോയിട്ട് ലക്ഷ്മണനോട് പറയാണ്. അപ്പം ലക്ഷ്മണൻ ചിരിച്ചുകൊണ്ട് പറയാണ്, അല്ലയോ സുന്ദരി, മൃദുലേ, സുഭഗേ, ഞാൻ എൻ്റെ ചേട്ടൻ്റെ സേവകൻ മാത്രമാണെന്ന് നിനക്കറിയാലോ അല്ലേ? നീ പറഞ്ഞില്ലെങ്കിൽ നീ അറിഞ്ഞോളൂ, ഞാൻ എൻ്റെ ചേട്ടൻ്റെ ജോലിക്കാരൻ മാത്രമാണ്. നീ എന്നെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നീയും അദ്ദേഹത്തിൻ്റെ ജോലിക്കാരിയായി മാറും. എൻ്റെ അഭിപ്രായത്തിൽ രാമൻ്റെ രണ്ടാമത്തെ ഭാര്യയായിട്ട് നീ ജീവിക്കുന്നതായിരിക്കും തമ്മിൽ ഭേദം. എന്നെ കല്യാണം കഴിച്ച അദ്ദേഹത്തിൻ്റെയും ഭാര്യയുടെയും ജോലിക്കാരി ആവുന്നതിലും ഭേദം നീ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഭാര്യ ആയിക്കോ എന്ന് പറഞ്ഞു. കുറേ നാൾ കഴിയുന്നതിനേക്കാളും മുമ്പേ പ്രായവും വികലാംഗവും ഒക്കെ ബാധിച്ച സീതയെ നമുക്ക് അങ്ങ് ഉപേക്ഷിച്ചിട്ട് രാമൻ നിന്റെ ഭർത്താവായിട്ട് മാത്രം മാറും. കുറച്ച് നാൾ കഴിയുമ്പോൾ ആ സീതയെ അങ്ങോട്ട് ഉപേക്ഷിക്കും. എന്നിട്ട് നീ മാത്രമായിരിക്കും രാമൻ്റെ ഭാര്യ. നിന്റെ സുന്ദര മുഖം, അതിന് യോജിക്കുന്ന പുഞ്ചിരി, സമ്പന്നമായ മാറിടം, ഒതുങ്ങിയ അരക്കെട്ട്, വിരിഞ്ഞ ജഗനം, ഇതൊക്കെ കണ്ടാ പിന്നെ ഏത് പുരുഷനാ നിന്നെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക? അത്രയ്ക്ക് സുന്ദരിയല്ലേ നീ? നിന്നെ വേണ്ടാന്ന് പറയാൻ ഏതെങ്കിലും പുരുഷന് കഴിയോ? നീ അതുകൊണ്ട് രാമനെ തന്നെ കല്യാണം കഴിക്കുക. വിരൂപയായ സീതയെ അദ്ദേഹം പെട്ടെന്ന് അങ്ങ് ഉപേക്ഷിക്കും. അതിലൊരു സംശയവും ഇല്ല. ലക്ഷ്മണൻ അങ്ങ് കളിയാക്കി പറയാട്ടോ. ശൂർപ്പണഖയ്ക്ക് രാമലക്ഷ്മണന്മാർ ഒരുമിച്ച് നിന്ന് എന്താ പറയുക, അവളെ കളിയാക്കുകയാണെന്നുള്ള സത്യം ഒട്ടും ബോധ്യപ്പെട്ടില്ല, തീരെയും ബോധ്യപ്പെട്ടില്ല. പെട്ടെന്ന് രാമൻ്റെ നേരെ പോയിട്ട് ഈ ശൂർപ്പണഖ പറയുകയാണേ, അങ്ങ് ഈ വിരൂപയോട് അനാവശ്യമായിട്ടുള്ള മമത പുലർത്തുന്നുണ്ട്. ആരോട്? സീതയോട്. ആയതുകൊണ്ട് അവൾ എത്രയും പെട്ടെന്ന് ഞാൻ ഭക്ഷിച്ചിട്ട് താങ്കളെ ബലമായി തന്നെ എൻ്റെ ഭർത്താവാക്കും. ഞാൻ അവളെ എത്രയും പെട്ടെന്ന് ഞാൻ അവളെ തിന്നും. എന്നിട്ട് ഞാൻ ബലമായിട്ട് അങ്ങേ ഞാൻ എൻ്റെ ഭർത്താവാക്കുമെന്ന് പറഞ്ഞു. വാക്കുകൾക്കൊപ്പം ഇത് പറയുകയും ചെയ്ത് ശൂർപ്പണഖ സീതയുടെ നേർക്ക് അങ്ങ് ഓടും ചെയ്തു. രാമൻ എന്ത് ചെയ്ത് അവളെ അങ്ങ് തടഞ്ഞു നിർത്തിയിട്ട് ലക്ഷ്മണനോട് പറഞ്ഞു, നിന്റെ തമാശ ഇപ്പൊ സീതയ്ക്ക് ആപത്തായിട്ടുണ്ട് ലക്ഷ്മണ. ഈ രാക്ഷസിയെ നീ എത്രയും പെട്ടെന്ന് കൊന്നിട്ട് ഒരു പോട നീ പഠിപ്പിക്കുക. നീ എന്ത് തമാശയാ പറയുന്നത്? നിന്റെ തമാശകളി നീ നിർത്തിക്കോ എന്നും പറഞ്ഞ് രാവണൻ ലക്ഷ്മണന്റെ നേരെ ഒരു ചാട്ടങ്ങ് ചാടി. രാമൻ പറഞ്ഞത് കേട്ടപ്പോഴേക്കും ലക്ഷ്മണൻ ഊരിയ വാളും കൊണ്ട് ചെന്നിട്ട് ശൂർപ്പണഖയുടെ മൂക്കും കാതും അങ്ങ് മുറിച്ചു കളഞ്ഞു. ആ രാക്ഷസിയാണെങ്കിൽ വേദന സഹിക്കാൻ പറ്റാണ്ട് ആർത്തു കരഞ്ഞു. ഒരുപാട് ചോര ഇങ്ങനെ ഒഴുകാണ്. എന്നിട്ട് ആ ചോരയോടുകൂടി അവൾ എന്ത് ചെയ്തു? ഓടി അടുത്തുള്ള കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോയി. ജനസ്ഥാനം എന്നറിയപ്പെട്ടിരുന്ന ആ വനം, എന്താണ് ജനസ്ഥാനം എന്നാണ് ആ വനം അറിയപ്പെട്ടിരുന്നത്. ആ വനത്തിൽ ഒരുപാട് രാക്ഷസന്മാരുടെ ഒപ്പം അവളുടെ സഹോദരനായ ഖരൻ താമസിക്കുന്നുണ്ടായിരുന്നു ആ കാട്ടിൻ്റെ ഉള്ളിൽ. ഖരൻ്റെ പാദത്തിൽ കാലിൽ വീണിട്ട് ഭയങ്കരമായിട്ട് ശൂർപ്പണഖ കരയാൻ തുടങ്ങി. അപ്പോൾ ഖരൻ അവളോട് പറഞ്ഞു, എന്താ ഉണ്ടായി? നീ പറ, എന്താ ഇത്രയും ചോര? പറന്ന് പറഞ്ഞു. വിക്കി കരഞ്ഞുകൊണ്ട് ശൂർപ്പണഖ കാര്യങ്ങളൊക്കെ പറഞ്ഞു. വികലാംഗമായ എൻ്റെ ശരീരം കണ്ടപ്പോഴേക്കും, അതായത് ശൂർപ്പണഖയുടെ ശരീരം കണ്ടപ്പോഴേക്കും ഖരൻ്റെ ഉള്ളിൽ ഭയങ്കര ദേഷ്യം വന്നു. ചവിട്ടി മെതിക്കപ്പെട്ടൊരു സർപ്പത്തെ പോലെ ചീറ്റിക്കൊണ്ട് അവൻ ചോദിക്കുകയാണ്, സഹോദരി നീ എഴുന്നേൽക്ക്, നീ വിഷമിക്കാതെ, നീ ശാന്തമായിട്ടിരിക്കുക. എന്താണ് സംഭവിച്ചതെന്ന് നീ ഇങ്ങനെ കരഞ്ഞ് പറഞ്ഞിട്ട് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. നീ എന്താ ഉണ്ടായത്? എന്താ ഇതിന് കാരണം? നിന്നെ ഇങ്ങനെ ദ്രോഹിക്കാൻ ആർക്കാണ് തോന്നിയത്? ആരാണ് ഇങ്ങനെ ചെയ്തത്? നീ അതെന്നോട് പറ എന്നും പറഞ്ഞുകൊണ്ട് ഖരൻ ഭയങ്കര ദേഷ്യത്തോടു കൂടി ശൂർപ്പണയോട് അങ്ങ് എടഞ്ഞു എന്ന് പറയും. വിഷം പാനം ചെയ്തിരിക്കുക എന്നറിയാതെ എന്താ പറയുക, നീ പോയിട്ട് എന്തെങ്കിലും വിഷം കുടിച്ചോ? എന്തെങ്കിലും നിനക്ക് സംഭവിച്ചോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഖരൻ അങ്ങോട്ട് ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. ദേവനോ അസുരനോ ഗന്ധർവനോ മഹർഷിയോ ആരാണിത് ചെയ്തതെങ്കിലും ശരി, ഞാനത് വെറുതെ വിടില്ല അവനെന്നും പറഞ്ഞുകൊണ്ട് സഹോദരനായ ഖരൻ അങ്ങ് ശബ്ദിക്കാൻ തുടങ്ങി. അവനെ കാട്ടിത്തരിക എനിക്ക് വേണ്ട. അവൻ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ നീ കാണിച്ചതാ. ഞാൻ അവൻ്റെ ചോര മുഴുവൻ എൻ്റെ ശരങ്ങൾ കൊണ്ട് ഞാൻ ഊറ്റിയെടുത്തോളാം. ഇനി ഞാൻ അവനെ വെറുതെ വിടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഖരൻ കിടന്ന് ഭയങ്കര ബഹളം. അവിരാമം എന്ന് പറയാലോ, അവിരാമം എന്ന് പറഞ്ഞുകൊണ്ട്
തേങ്ങിക്കരഞ്ഞുകൊണ്ട് ശൂർപ്പണേഖ പറയാൻ തുടങ്ങി. ദണ്ഡകാരണ്യത്തിന്റെ അരികിലായിട്ട് രാമലക്ഷ്മണന്മാരെന്ന് പറയുന്ന 2 സഹോദരന്മാര് ജീവിക്കുന്നുണ്ട്. ശൂർപ്പണേഖ കരഞ്ഞു കരഞ്ഞു പറയാണ്, ദണ്ഡകാരണ്യം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ 2 സഹോദരന്മാർ ജീവിക്കുന്നുണ്ട്. അവര് ദേവന്മാരാണോ അസുരന്മാരാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ചേട്ടാ. പക്ഷെ ഒന്ന് എനിക്കറിയാം, എൻ്റെ മുഖം ഇത്രയും വികൃതമാക്കി അവരുടെ രക്തം കുടിച്ചാലേ എനിക്കിനി ശാന്തി ഉണ്ടാവും എന്നും പറഞ്ഞുകൊണ്ട് ശൂർപ്പണേഖ ആർത്ത് വിളിക്കാൻ തുടങ്ങി. സീതാരാമ ലക്ഷ്മണന്മാരെ കൊല്ലാൻ വേണ്ടി ശൂർപ്പണേഖയുടെ കൂടെ അതിശക്തന്മാരായ 14 നിശാചരന്മാരെ ആര് വിട്ടു? ഖരൻ വിട്ടു. ശൂർപ്പണേഖയുടെ കൂടെ തന്നെ അവരെ കൊല്ലാൻ വേണ്ടി ഖരൻ വിട്ടു. രാമനും സീതയും കുടീരത്തിനുള്ളിൽ ഇങ്ങനെ വിശ്രമിക്കുകയായിരുന്നു. ലക്ഷ്മണനാണെങ്കിലോ വാതിൽക്കൽ തന്നെ അവർക്ക് കാവലും നിൽക്കുന്നുണ്ട്. ആ സമയത്താണ് ശൂർപ്പണേഖ അവരെ രാക്ഷസന്മാർക്ക് ചൂണ്ടിക്കാണിച്ചു. ദാ അവരാണ് എന്നെ ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു. അതിഘോരന്മാരായ നരഭോജികളെ കണ്ടപ്പോഴേക്കും രാമൻ ലക്ഷ്മണൻ അങ്ങ് ആജ്ഞ നൽകി. ഭയങ്കര നരഭോജികളാണ് ഇവർ. രാമൻ പറഞ്ഞു, നീ സീതയുടെ അടുത്തിരിക്കുക, ഞാൻ അവരെ തീർത്തിട്ട് വരാം, നീ ഒന്നും ടെൻഷൻ അടിക്കണ്ട, നീ സീതയെ സംരക്ഷിക്കുക, നീ വാ ഇവിടെ വന്ന് സീതയുടെ കൂടെ ഇരിക്കും, ബാക്കി ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. അതും പറഞ്ഞ് കുടീരത്തിന്റെ പുറത്തേക്ക് അങ്ങോട്ട് നമ്മുടെ രാമൻ ഇറങ്ങി. രാക്ഷസന്മാർക്ക് കേൾക്കാൻ പാകത്തിൽ രാമൻ എന്ത് ചെയ്ത് പേരെടുത്ത് അങ്ങ് വിളിച്ചു. നിങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെടണമെന്ന് യാചിച്ച സന്യാസിമാരെ സഹായിക്കാനാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങൾ കുറെ സന്യാസിമാരെ ദ്രോഹിക്കുന്നില്ലേ, അവരെയൊക്കെ സംരക്ഷിക്കാനാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. തപസ്സികളുടെ വേഷവും ജീവിത രീതിയും സ്വീകരിച്ച ഞങ്ങൾ ഫലമൂലാദികൾ മാത്രം ഭക്ഷിക്കുന്നവരാണ്. അതായത് താപസന്മാരെ സംരക്ഷിച്ച് അവരുടെ ജീവിത വേഷഭൂഷാദികളുടെ അണിഞ്ഞുകൊണ്ട് വന്ന ഞങ്ങൾ ഫലങ്ങളും ഇങ്ങനെയുള്ള പഴങ്ങളും മാത്രം കഴിക്കുന്നവരാണ്. നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ ഉപദ്രവിക്കാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്? ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഇവിടുന്ന് മടങ്ങിപ്പോന്ന് പറഞ്ഞു രാമൻ അവരോട്. ആയുധങ്ങൾ വീശിയും ചുഴറ്റിയും രാമന്റെ നേരെ അവരങ്ങോട്ട് പാഞ്ഞു ചെന്ന് ആദ്യത്തെ 14 അസ്ത്രങ്ങൾ കൊണ്ട് രാമൻ എന്ത് ചെയ്ത് അവരുടെ ശസ്ത്രങ്ങളെയും അടുത്ത 14 അസ്ത്രങ്ങളെ കൊണ്ട് അവരുടെ ഹൃദയങ്ങളെയും ഭേദിച്ച് കടമുറിഞ്ഞ മരങ്ങളെ പോലെ, അതായത് വേരോട് പിഴുതെടുത്ത മരങ്ങളെ പോലെ ആ രാക്ഷസന്മാർ ഭൂമിയിൽ വീണു. പേടിച്ചുകൊണ്ട് ശൂർപ്പണേഖ ഓടിപ്പോയി ഇത് കണ്ടപ്പോഴേക്കും. എന്നിട്ട് ഖരനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞു, വേഗം പോയി ഖരനെ കൂട്ടിക്കൊണ്ടുപോവാ എന്ന് പറഞ്ഞു. എന്നെ ആശ്വസിപ്പിക്കാനായിട്ട് നീ രാക്ഷസന്മാരെ അയച്ചു അല്ലേ, രാമലക്ഷ്മണന്മാരെ വധിക്കുവാൻ. പക്ഷേ വധിക്കപ്പെട്ടത് അവരല്ല, രാക്ഷസന്മാരാണ്. ഇനിയിപ്പോ നീ ചെന്ന് അവരെ വധിച്ചിടണം. ഇല്ലെന്നാണെങ്കിൽ ഞാനിപ്പോൾ തന്നെ അപമാനമാരത്താൽ ജീവൻ ഒടുക്കും. ദുസ്സഹമായ കാരണം നിലത്ത് വീണ് വയറ്റത്തടിച്ചുകൊണ്ട് രാക്ഷസി ആർത്ത് കരഞ്ഞ് രാക്ഷസന്മാരോട് പറഞ്ഞ്, എന്നെ രക്ഷിക്കാനാണ് ഈ രാക്ഷസന്മാരെ വിട്ടത്, പക്ഷെ ഇപ്പൊ അവൻ അവരെ എല്ലാം കൊന്നു, അതുകൊണ്ട് ഖരനെ കൂട്ടിയിട്ട് വാ, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ വയറ്റത്തടിച്ച് ഇവിടെ തന്നെ കിടന്ന് മരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാക്ഷസി ആർത്ത് കരഞ്ഞു. സഹോദരിയുടെ ആ ഒരു കാഠിന്യമേറിയ ആക്ഷേപമായ വാക്കുകൾ കേട്ട ഖരനെ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചു. ആ ഖരൻ സത്യം ചെയ്തു, ഇന്നത്തെ ദിവസം തന്നെ രാമലക്ഷ്മണന്മാരെ കൊന്നിട്ട് അവരുടെ രക്തം ഞാൻ എൻ്റെ സഹോദരിക്ക് തരും, നീ ദുഃഖിക്കാതിരിക്കൂ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം നമ്മുടെ ശൂർപ്പണേഖയ്ക്ക് കുറച്ച് ആശ്വാസം കിട്ടി. ഖരൻ എന്ത് ചെയ്ത് സഹോദരനായ ദൂഷനോട്, ദൂഷൻ എന്ന് പറയുന്ന ഒരു സഹോദരനാണ്, ആ ദൂഷനോട് തൻ്റെ തേരും അസ്ത്രങ്ങളും ശസ്ത്രങ്ങളും എല്ലാം എടുത്ത് 14,000-ഓളം രാക്ഷസന്മാരെയും കൂട്ടി വരാൻ പറഞ്ഞു. രാക്ഷസന്മാരുടെ സൈന്യത്തിൻ്റെ കൂടെ ദണ്ഡകവനത്തിലുള്ള വഴിയിലേക്ക്, ആ ദണ്ഡകവനത്തിലേക്ക് പോകുന്ന വഴിയിൽ കാർമേഘങ്ങൾ ചുവന്ന മഴ പെയ്യിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ഇവർ ദണ്ഡകാരണ്യത്തിലേക്ക് പോകുന്ന സമയത്ത് കാർമേഘങ്ങൾ ചുവന്ന മഴ പെയ്യിക്കാൻ തുടങ്ങി. കുതിരകളൊക്കെ കാല് തെറ്റി പാതയിലൊക്കെ വീണ് മറിഞ്ഞ് രഥത്തിലെ കൊടിമരത്തിൽ വന്നിട്ട് ഒരു കഴുകൻ ഇങ്ങനെ ചേക്കേറി നിൽക്കുകയാണ്. കുറുനരികളൊക്കെ പേടിച്ച് ശബ്ദിച്ച് കരഞ്ഞ് ഓരിയിട്ടുകൊണ്ട് ഓടാൻ തുടങ്ങി. കാലം തെറ്റി വന്നൊരു സൂര്യഗ്രഹണം കാരണം ഇരുട്ട് വ്യാപിക്കാൻ തുടങ്ങി. അവിടെ ഒരു സൂര്യഗ്രഹണം സംഭവിച്ചു ആ സമയത്ത്. പക്ഷെ ആ സമയത്തല്ല സൂര്യഗ്രഹണം വരേണ്ടത്. ആ സൂര്യഗ്രഹണം കാരണം എല്ലായിടത്തും ഇരുട്ട് വന്നു. ഈ നേരം അത്രയും ഖരന്റെ ഇടത് കൈ ഇങ്ങനെ വിറയ്ക്കുകയും ശബ്ദം ഭയങ്കര പരുഷമാവുകയും അടഞ്ഞ ശബ്ദമായി തീരുകയും ചെയ്തു. ദുശകുനങ്ങളെല്ലാം കണ്ട ഖരൻ അട്ടഹസിച്ചുകൊണ്ട് പറയാണ്, ഈ അപശകുനങ്ങളൊന്നും
അസാമാന്യ വീര്യമുള്ള എനിക്ക് ഒട്ടും പേടിയില്ല. ഈ അപശകുനങ്ങളൊന്നും എന്നെ പേടിപ്പിക്കില്ല. അധികം വൈകാതെ നടക്കാനിരിക്കുന്ന യുദ്ധം കാണാനായിട്ട് ദേവന്മാരും സ്വർഗത്തിലെ ഋഷിമാരും ആകാശത്തിൽ കൗതുകത്തോടുകൂടി വന്നു. ഭയങ്കരമായ യുദ്ധം കാണാൻ വേണ്ടി രാക്ഷസന്മാരെന്തേത് അരികത്തണഞ്ഞുകൊണ്ടേയിരിക്കെ, രാക്ഷസന്മാരടുത്തോട്ട് വന്നുകൊണ്ടിരിക്കെ രാമൻ അനുജനോട് താൻ കാണുന്ന ശകുനങ്ങളെ കുറിച്ച് വിസ്തരിച്ചു പറഞ്ഞു. രാമൻ പറഞ്ഞു, രാക്ഷസന്മാർ വരുന്നുണ്ട് ലക്ഷ്മണ, ചില ശുഭശകുനങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്. എൻ്റെ ബാണങ്ങളൊക്കെ നല്ല സന്തോഷവാന്മാരായിട്ടിരിക്കുകയാണ്. എൻ്റെ വില്ലും ഭയങ്കരം ഉത്സാഹിച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ വലം കൈയാവട്ടെ ഇങ്ങനെ തുടിച്ചു കൊണ്ടിരിക്കുന്നു. പ്രിയ ലക്ഷ്മണ, സീതയെ ഗുഹയുടെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് അവളെ നീ നല്ല രീതിയിൽ സംരക്ഷിച്ചോ. ഞാൻ ഈ നിശാചരന്മാരെ ദ്രുതഗതിയിൽ കൊന്നൊടുക്കുമെന്ന് പറഞ്ഞു രാമന്. ഇവന്മാരെ ഞാൻ തീർത്ത് കളയുമെന്ന് പറഞ്ഞു. അങ്ങനെ സീതാലക്ഷ്മണന്മാർ ഗുഹയിലേക്ക് പുറപ്പെട്ട് കഴിഞ്ഞപ്പോൾ രാമൻ തൻ്റെ ജ്വലിക്കുന്ന കാഞ്ചന പടച്ചട്ട അങ്ങ് എടുത്ത് അണിഞ്ഞു. നല്ല ജ്വലിക്കുന്ന പടച്ചട്ടയെടുത്ത് രാമൻ അണിഞ്ഞിട്ട് രാക്ഷസന്മാർ ഭയങ്കരമായി അട്ടഹസിച്ചുകൊണ്ട് അവിടെ ഭയങ്കര ശക്തിയോടുകൂടി എത്തിച്ചേർന്നു. ഉഗ്ര കോപം അങ്ങ് രാമൻ എടുത്തുകൊണ്ട് സ്വയം രാമനൊരു ഭയങ്കര രൂപം അങ്ങ് എടുത്തു. എന്നിട്ടോ സൈന്യം സൈന്യം ചുറ്റി നിന്നു. എന്നിട്ട് അവരുടെ ഗദകള്, ശൂലങ്ങള്, ഖഡ്ഗങ്ങള്, കോടാലികൾ കൊണ്ട് എല്ലാം രാമനെ ചുറ്റി നിൽക്കുന്ന രാക്ഷസന്മാരുടെ സൈന്യങ്ങൾ രാമന്റെ നേരെ അങ്ങോട്ട് എറിഞ്ഞു. എന്നിട്ടോ 1000 അസ്ത്രങ്ങൾ ഗരനും വിട്ടു രാമന്റെ നേരെ. ഗരൻ എന്ത് ചെയ്തു? 1000 അസ്ത്രങ്ങളാണ് രാമന്റെ നേരെ വിടുന്നത്. അസ്ത്രശസ്ത്രങ്ങൾ അത്രയും വെട്ടിമുറിക്കാൻ രാമബാണങ്ങൾക്ക് കഴിഞ്ഞു എന്നാ പറയുന്നത്. ഈ രാമബാണങ്ങളെല്ലാം, ഈ അസ്ത്രശസ്ത്രങ്ങളെല്ലാം രാമബാണങ്ങൾ ഒടുക്കി തീർത്ത് കളഞ്ഞു. ആഴമേറിയ മുറിവുകളിൽ നിന്ന് രക്തം ധാരധാരായിട്ട് ഒഴുകുന്നുണ്ടായിരുന്നെങ്കിലും രാമന് വേദനിച്ചില്ല. രാമന്റെ ശരീരത്തിൽ നിന്ന് വാർന്നൊഴുകുന്നുണ്ടായിരുന്നു രക്തം. എന്നാൽ പോലും രാമന് വേദനിച്ചില്ല. 1000 ശരങ്ങൾ രാമൻ ആ രാക്ഷസന്മാരുടെ അസ്ത്രശസ്ത്രങ്ങളെയും ഒപ്പം അവരുടെ കൈകാലുകളെയും എല്ലാം മുറിച്ചു കളഞ്ഞു. അനേകം നിശാചരന്മാർ, രാക്ഷസന്മാർ അവരുടെ അശ്വഗജങ്ങളോടൊപ്പം നിലം പതിക്കാൻ തുടങ്ങി. ഇഷ്ടം പോലെ രാക്ഷസന്മാർ മരിച്ചു വീഴാൻ തുടങ്ങി. അവരുടെ തേരുകൾ കഷ്ണമായി പോയി. അവസാനം ബാക്കിയായ രാക്ഷസന്മാര് ആളിക്കത്തിയ പ്രതികാര ബുദ്ധിയോടുകൂടി ഭയങ്കരമായിട്ട് ശരങ്ങൾ അങ്ങോട്ട് രാമന്റെ നേരെ തൊടുത്തു വിട്ടു. പക്ഷെ രാമൻ എന്ത് ചെയ്തു? നിഷ്പ്രയാസം ആ ശരങ്ങളെയെല്ലാം തകർത്ത് കളഞ്ഞു എന്നാ പറയുന്നത്. അതിനിടയിൽ കൂടി രാക്ഷസ ഹൃദയങ്ങളെ തുളച്ച് കയറ്റി അദ്ദേഹത്തിൻ്റെ ബാണങ്ങള് ഓരോ രാക്ഷസന്റെ നെഞ്ചിലൂടെ കയറ്റിയിട്ട് പിന്നിലൂടെ അങ്ങ് പുറത്തു വന്നു. വിചിത്രമായിട്ടുള്ള അനേകം തലകൾ നിലത്ത് വീണ്ടിങ്ങനെ ഉരുണ്ട് ബാക്കിയായിട്ടുള്ള ആ രാക്ഷസന്മാർ പേടിച്ചോടി ഗരന്റെ അടുത്തെത്തി അഭയം പ്രാപിച്ചു. ദൂഷണൻ അപ്രതീക്ഷിതമായിട്ട്, അതായത് ശൂർപ്പണഖയുടെ അടുത്തൊരു സഹോദരൻ, വളരെ അപ്രതീക്ഷിതമായിട്ട് രാമന്റെ നേരെ കുതിച്ചു ചാടി. അവന്റെ ധൈര്യം കണ്ടിട്ട് എന്താ പറയുക, ഭയങ്കരമായി സന്തോഷിച്ച രാക്ഷസന്മാരും സഹായിക്കാൻ വേണ്ടി വന്നു. അവന്റെ ധൈര്യം കണ്ടപ്പോഴേക്കും കുറച്ച് രാക്ഷസന്മാര് എന്ത് ചെയ്ത്, ദൂഷണൻ ചാടിയിട്ടുണ്ട്, അപ്പൊ പിന്നെ ഇനി എന്ത് ചെയ്യാം, രാമനെ കൊല്ലാൻ വേണ്ടിയല്ലേ ഇവന് ഓടിയത്, ഈ ദൂഷണൻ ഓടിയത്. അവന്റെ പിന്നാലെ ബാക്കി രാക്ഷസന്മാരും ഓടി ചെന്നു. എന്നിട്ടോ ആ സമയം രാമൻ എന്ത് ചെയ്തു? ഗന്ധർവൻ നൽകിയ ശസ്ത്രങ്ങളിൽ നിന്ന് ഏറ്റവും ശക്തിയേറിയ ഒരു ബാണം ഇങ്ങെടുത്തു. അതിൻ്റെ പ്രഭാവം കാരണം 1000 ശരങ്ങൾ ഇങ്ങനെ വില്ലിൽ നിന്ന് ഒഴുകി സൂര്യബിംബത്തെ പോലും മറച്ച് അവിടെ മുഴുവൻ ഇരുട്ടാക്കി തീർത്തു. കംപ്ലീറ്റും സൂര്യബിംബത്തെ പോലും ആ ശരങ്ങൾ അങ്ങോട്ട് മറച്ചിട്ട് ഇരുട്ടാക്കി. 1000കണക്കിന് രാക്ഷസന്മാരുടെ ചിതറിയ ശരീരഭാഗങ്ങൾ, മൃതദേഹങ്ങൾ അവിടെ അങ്ങ് കുന്നുകൂടാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴേക്കും ബാക്കി വന്ന 5000ഓളം രാക്ഷസന്മാരെയും അണിചേർത്തിട്ട് രാമനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ദൂഷണനും ഗരനും അങ്ങ് പറഞ്ഞു. ദൂഷണൻ ആ സമയം തന്നെ യുദ്ധത്തില് ധീരം പോരാടി രാമനെ ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യം പിടിപ്പിച്ചു. തൻ്റെ ശരങ്ങളൊക്കെ
വിജയകരമായിട്ട് പ്രതിരോധിച്ച ദൂഷനെ ലക്ഷ്യമാക്കി രാമൻ അയക്കുന്ന ശരങ്ങളെയൊക്കെ ദൂഷണൻ പ്രതിരോധിച്ചുകൊണ്ടിരിക്കണം, തടുത്ത് വിട്ടുകൊണ്ടിരിക്കണം. അപ്പൊ ഭയങ്കര ദേഷ്യമായി രാമന്. ഭയങ്കര ദേഷ്യപ്പെട്ട രാമൻ ശക്തമായിട്ടൊരു അമ്പങ്ങട് എഴുത്. ദൂഷണന്റെ ധനുസ് ഒടിഞ്ഞ് തുണ്ടം തുണ്ടമായി വീണ് വേറൊരു ബാണം കൊണ്ട് തേരാളിനെ അങ്ങോട്ട് വധിച്ചു. അവസാനം 3 ബാണങ്ങൾ കൊണ്ട് ദൂഷണനെ വധിച്ചു കളഞ്ഞു എന്ന് പറയുന്നത്, ഇല്ലായ്മ ചെയ്തു എന്നാ പറയണത്. ഭയങ്കരമായ വേദനയോടുകൂടി ദൂഷണൻ എന്ത് ചെയ്ത്, പ്രാണം പോയിട്ടില്ല, ഒരു ഗദ ഇങ്ങോട്ട് എടുത്തിട്ട് രഥത്തിൽ നിന്ന് ചാടി ഭൂമിയിലേക്ക് ഇറങ്ങി രാമന്റെ നേർക്ക് കൊടുങ്കാറ്റ് പോലെ ദൂഷണൻ അങ്ങ് ശക്തിയോടെ ചെന്നു. പക്ഷേ രണ്ട് ശരങ്ങൾ കൊണ്ട് അവന്റെ കൈകളെ രാമൻ എന്ത് ചെയ്തു, കട്ട് ചെയ്ത് കളഞ്ഞു, മുറിച്ച് കളഞ്ഞു. 3ാമതൊരു ശരം അങ്ങോട്ട് എടുത്തിട്ട് ദൂഷണന്റെ ജീവനെയും രാമൻ അങ്ങ് എടുത്തു കളഞ്ഞു. പ്രതികാര ഭാവത്തോടുകൂടി ബാക്കിയുണ്ടായിരുന്ന രാക്ഷസന്മാര് രാമന്റെ നേരെ അങ്ങ് പാഞ്ഞു വന്ന് മനസ്സ് സഞ്ചരിക്കുന്ന വേഗത്തിൽ രാമൻ എന്ത് ചെയ്തു, 5000 അമ്പ് ഒറ്റയടിക്ക് അങ്ങ് തൊടുത്തു വിട്ട്. 5000 അമ്പ് തൊടുത്തു വിട്ട്. ഉൽക്കകളെ പോലെ പ്രകാശം ചിന്തിയ ആ ബാണങ്ങളേറ്റിട്ട് സർവരാക്ഷസന്മാരും ഒന്നൊഴിയാതെ മരിച്ചു വീണു. 5000 അമ്പ് ഒറ്റയടിക്ക് പോയപ്പോഴേക്കും സർവരാക്ഷസന്മാരും മരിച്ചു വീണു. ഇത് കണ്ട് ഖരൻ എന്ത് ചെയ്ത് തൻ്റെ അരികിലേക്ക് ഓടി വന്ന ബാക്കി സൈനികരോട് പറഞ്ഞു, നിങ്ങൾ പേടിക്കരുത്, ഓട്, രാമനെ പോയി കൊന്നിട്ട് വാന്നും പറഞ്ഞ് ഖരൻ അവരെ വീണ്ടും രാമന്റെ നേരെ വിട്ട്. അവരെയും രാവൻ എന്ത് ചെയ്തു, കണ്ണടച്ച് തുറക്കുന്നതിനേക്കാളും മുമ്പേ രാമൻ കാലപുരിക്ക് അയച്ച് കൊന്നുകളഞ്ഞു. ദണ്ഡകാരണ്യം 14,000 രാക്ഷസന്മാരും മരിച്ചു വീണ് രക്തമണിഞ്ഞ് ചെളിമണ്ണ് കൊണ്ട് നിറഞ്ഞ മഹാസാഗരം പോലെയായി ദണ്ഡകാരണ്യം. അത്രയും രാക്ഷസന്മാർ അവിടെ ഇല്ലായ്മ ചെയ്തു. ഖരൻ എന്ത് ചെയ്ത്, ത്രിശിരസ്, ഒരു കൂട്ടം രാക്ഷസന്മാർ മാത്രമാണ് ജീവനോടെ ഉണ്ടായിരുന്നത്. ഖരൻ ആക്രമണത്തിന് തയ്യാറായപ്പോഴേക്കും ത്രിശിരസ് എന്ന് പറയുന്ന അവൻ്റെ സേനാധിപതി, ഖരൻ്റെ സേനാധിപതിയാണ് ത്രിശിരസ്. ത്രിശിരസും ഒരു കൂട്ടം രാക്ഷസന്മാരും ഖരനും മാത്രമായി ബാക്കി. ഖരൻ വീണ്ടും രാമനെ ആക്രമിക്കാൻ പോയപ്പോൾ ത്രിശിരസ് എന്ന് പറയുന്ന അവൻ്റെ സേനാധിപതി പറഞ്ഞു, അവൻ ആദ്യത്തെ ഊഴം കൊടുക്കണമെന്ന്. ത്രിശിരസ് പറഞ്ഞു ഖരനോട്, അങ്ങ് പോവരുത്, എനിക്ക് തരണം ഫസ്റ്റ് ചാൻസ് എന്ന്. അപ്പം ഖരൻ പറഞ്ഞു, ശരി, ഓക്കെ, നീ പൊക്കോളാൻ പറഞ്ഞു. ശരങ്ങൾ അങ്ങോട്ട് മഴ പോലെ ത്രിശിരസ് എന്ത് ചെയ്ത് രാമന്റെ നേരെ വിട്ട്. നെറ്റിത്തടം അസ്ത്രങ്ങളേറ്ററിഞ്ഞപ്പോൾ നെറ്റിത്തടം അസ്ത്രങ്ങളേറ്റ് മുറിഞ്ഞ് രാമന്റെ നെറ്റിയിൽ അസ്ത്രങ്ങൾ കൊണ്ട് മുറിഞ്ഞ്. അതും മുറിഞ്ഞപ്പോൾ രാമൻ ഇങ്ങനെ നോക്കി കുറച്ച് ചോര കയ്യിൽ കണ്ടപ്പോഴേക്കും രാമൻ ഭയങ്കര ദേഷ്യത്തോടു കൂടി ത്രിശിരസിനെയും അവൻ്റെ സൂതനെയും അശ്വങ്ങളെ അങ്ങോട്ട് കൊന്നുകളഞ്ഞു, ഒറ്റയടിക്ക് കൊന്നുകളഞ്ഞു. പിന്നീട് എന്ത് ചെയ്ത്, രാമൻ ചെന്നിട്ട് അവൻ്റെ ധ്വജത്തെ രഥമുണ്ടല്ലേ, രഥത്തിന് ഒരൊറ്റ ചവിട്ട്. എന്നിട്ട് ആ രഥം അപ്പം തന്നെ മറിഞ്ഞു വീണ്. പിന്നെ തൻ്റെ ക്ഷതം പറ്റിയ തേരിൽ നിന്ന് ത്രിശിരസ് നിലത്തിറങ്ങി, പ്രാണം പോയില്ല. ത്രിശിരസ് എന്ത് ചെയ്ത് ആ ഒടിഞ്ഞ രഥത്തിൽ നിന്ന് പുറത്തിറങ്ങി. രാമൻ അവൻ്റെ ഇനിയും നീ മരിച്ചില്ലല്ലടാ എന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ ആഗ്നേയാസ്ത്രം അങ്ങോട്ട് കൊടുത്ത്, ആഗ്നേയാസ്ത്രം എടുത്തിട്ട് അവൻ്റെ നെഞ്ചിലേക്ക് അങ്ങോട്ട് വിട്ട്. വേറെ 3 ശരങ്ങളും കൂടി വിട്ടപ്പോഴേക്കും ത്രിശിരസിൻ്റെ 3 തലകളും പോയി. 3ഉം കട്ട് ചെയ്തിട്ട് എന്താ പറയുക, അങ്ങോട്ടേക്ക് എന്താ പറയുക, ഇത് കട്ട് ചെയ്ത് അവിടെ ഇട്ടേച്ചു. പിന്നീട് അവശേഷിച്ച ഏതാനും രാക്ഷസന്മാരെയും കൂട്ടിക്കൊണ്ട് ഖരൻ എന്താ ചെയ്തത്, രാമനെ അങ്ങോട്ട് ആക്രമിച്ചു. പിന്നീടുണ്ടായ ഭയങ്കരമായ യുദ്ധത്തിൽ ശരവർഷം അങ്ങ് ആകാശത്തോളം മൂടപ്പെട്ട് സൂര്യൻ അപ്രത്യക്ഷമായി. അത്രയും ശരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് വിണ്ണിച്ച് വിട്ടുകൊണ്ടിരിക്കുക. സൂര്യനെ പോലും കാണാനില്ല. രാമന്റെ അടുത്തേക്ക് രഥവും കൊണ്ട് കൗശലപൂർവം ഖരൻ എന്ത് ചെയ്ത് രാമന്റെ വില്ല് 2ആയിട്ട് അങ്ങ് ഒടിച്ചു കളഞ്ഞു. ഖരൻ എന്ത് ചെയ്ത് രാമന്റെ അടുത്തേക്ക് രഥം കൊണ്ട് ചെന്നിട്ട് രാമന്റെ വില്ല് 2ആയിട്ട് അങ്ങ് ഒടിച്ചു കളഞ്ഞു. ഉടനെ തന്നെ 1000 അസ്ത്രങ്ങളാൽ രാമന്റെ കവചം ഛിന്ന ഭിന്നമായിട്ട് രാമന്റെ കവചം നിലത്തൊക്കെ ചെതറി വീണു. രാമന്റെ കൈകാലുകളൊക്കെ മുറിഞ്ഞ്
ആകെ ചോര ഒലിച്ച്, നെറ്റിന്നും ചോര ഒലിച്ച്. ഉടനെ രാമൻ എന്ത് ചെയ്ത്, ശാന്തനായി നിന്നൊരു ദീർഘശ്വാസം എടുത്തിട്ട് വിഷ്ണുവിൻ്റെ ചാപം അങ്ങ് എടുത്തിട്ട് ഗരൻ്റെ അടയാള ചിഹ്നം തന്നെ മുറിച്ചു കളഞ്ഞു. അതിന് പ്രതികാരമായിട്ട് ഗരൻ എന്ത് ചെയ്ത്, രാമനെ ശരിക്കും മുറിവേൽപ്പിച്ചു. ആ രാമന്റെ ശരീരത്തു നിന്ന് അവിടുന്ന് ഇവിടുന്ന് വീണ്ടും ചോര വന്നപ്പോഴേക്കും ദേഷ്യത്തോടെ രാമൻ എന്ത് ചെയ്ത്, ബാണങ്ങളങ്ങ് തൊടുത്ത് വിട്ട് ഗരന്റെ തല, കൈ, നെഞ്ച് എല്ലായിടത്തും നല്ല മുറിവുണ്ടാക്കി. പിന്നെ 13 ശരങ്ങൾ കൊണ്ട് അവൻ്റെ സൂതനെയും അവൻ്റെ അശ്വങ്ങൾ, അവൻ്റെ കുതിരകളെയും ഒക്കെ കൊന്നുകളഞ്ഞു. തേരും രാമൻ ചാവിട്ടി മെതിച്ച് തകർത്ത് തരിപ്പണാക്കി കളഞ്ഞു. അവസാനത്തെ ശരം മിന്നൽ പോലെ വന്നിട്ട് ഗരൻ്റെ നെഞ്ചങ്ങോട്ട് പിളർന്നു കളഞ്ഞു. ബോധക്ഷയത്തോടെ ഗരൻ മറിഞ്ഞു വീണ്. അതിവേഗം പക്ഷേ ഗരൻ എന്ത് ചെയ്ത്, ബോധം വീണ്ടെടുത്ത് തകർന്ന രഥത്തിൻ്റെ നിലത്ത് ചവിട്ടി ചാടി ഗദയെടുത്തോണ്ട് രാമന്റെ മുന്നിൽ നിൽക്കുകയാണ്, ചോരയിൽ കുളിച്ചിട്ട്. രാമൻ അപ്പം പറയാണ്, അല്ലയോ ക്രൂരനും പാപിയുമായ രാക്ഷസ, സ്വന്തം ജീവിതം മറ്റുള്ളവർക്ക് വേദന കൊടുക്കാൻ മാത്രമായിട്ട് ഉപയോഗിച്ച നീ ശപിക്കപ്പെട്ടവനാവുന്നു. നിന്റെ തല ഞാൻ മുറിച്ച് കളഞ്ഞിട്ട് നിന്നെ ഞാൻ ശിക്ഷിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ ഞാൻ നിന്നെ കൊന്നുകളയെന്ന് പറഞ്ഞു. കലിയിളകിയ ഗരൻ പറയാണ്, നരാധമ, യഥാർത്ഥത്തിൽ നീ ധീരനായുള്ളവർക്ക് സ്വന്തം കഴിവുകളെ കുറിച്ച് മേന്മ പറയാൻ പറ്റില്ല. നീ വലിയ ധീരനാണോ? അതുകൊണ്ടാണോ നീ നിന്റെ കഴിവിങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു. വാക്കുകളോടൊപ്പം സ്വന്തം ഗദ അങ്ങോട്ട് ഇങ്ങനെ ചുഴറ്റിയിട്ട് രാമന്റെ നേരെ ഒരൊറ്റ ഏറ് കൊടുത്തു ഗരൻ. ആ ജ്വലിക്കുന്ന ഗദ അതിൻ്റെ ആ പോകുന്ന വഴിയിലുണ്ടായിരുന്ന വൃക്ഷങ്ങളെയും കുറ്റിക്കാടുകളെയും ഒക്കെ കത്തിച്ച് ഭസ്മാക്കി കളഞ്ഞു. ആകാശത്ത് പറന്ന് കൊണ്ടുവന്നിരുന്ന രാമബാണം എന്ത് ചെയ്ത്, അപ്പോഴേക്കും രാമബാണം അങ്ങോട്ട് വിട്ട് ആ രാമബാണം ആ ഗദയെ അങ്ങ് താട്ടിത്തെറിപ്പിച്ച് മണ്ണ് പോലെ ആക്കി കളഞ്ഞു. വീണ്ടും രാമനും ഗരനും പരുഷമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് ഭയങ്കര ദേഷ്യത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ഒരു ആയുധവും ഇല്ലാതെ നിന്ന ഗരൻ എന്ത് ചെയ്ത്, അടുത്തൊരു പൈൻമരം ഉണ്ടായിരുന്നു, പൈൻമരം, അതങ്ങോട്ട് വേരോടെ എടുത്ത് പിഴുതെടുത്ത് കറക്കിയിട്ട് രാമന്റെ നേരെ ഒരൊറ്റ ഏറ് കൊടുത്തു. എന്നിട്ട് ഒച്ചത്തിൽ പറയാണ്, നിന്റെ മരണം ഇതാ വന്നെടുക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ രാമൻ എന്ത് ചെയ്ത്, ഒരു അമ്പും കൂടെ ചെയ്തിട്ട് ആ വലിയ മരത്തിനെ കഷ്ണാക്കി കളഞ്ഞു. യുദ്ധത്തിന് ഒരു അവസാനം വരണം എന്ന് കരുതിയിട്ട് രാമൻ 1000 അസ്ത്രങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് വിട്ട് ശരീരമാസകലം രക്തപ്പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്തും ഈ ഗരന്റെ ശരീരമാസകലം രക്തപ്പുഴ ഒഴുകാണ്. ആ സമയത്തും അവൻ എന്ത് ചെയ്ത്, രാമന്റെ നേരെ കുതിച്ച് ചാടി അതിശക്തമായൊരു ആക്രമണം നടത്താൻ വേണ്ടി ഒരു അവസാന ശ്രമം നടത്തി. തൻ്റെ നേർക്ക് കുതിച്ച് ചാടുന്ന ഗരന്റെ മാറ് ആഗ്നേയ അസ്ത്രത്തിൽ അങ്ങ് പിളർന്നു പോയി. രാമൻ എന്ത് ചെയ്ത്, രാമൻ അയച്ച ആഗ്നേയ അസ്ത്രം നെഞ്ച് തുളച്ചങ്ങോട്ട് കയറിയിട്ട് അവനൊരു തീപ്പന്തമായി ജ്വലിച്ച് നിൽക്കുകയാണ്, കത്തി നിൽക്കുകയാണ്. ആഗ്നേയാസ്ത്രം കത്തിച്ചു കളഞ്ഞു ഗരനെ. ആ സെക്കൻഡ് തന്നെ അവൻ്റെ ജീവൻ പോയി, അവൻ നിലം പതിച്ചു. ദേവന്മാരെന്ത് ചെയ്തു, രാമന്റെ മേലെ വിജയം അങ്ങ് കണ്ടപ്പം ഭയങ്കരമായിട്ട് സന്തോഷിച്ച് മംഗളവാദ്യ ഘോഷങ്ങളൊക്കെ മുഴക്കിയിട്ട് പുഷ്പവൃഷ്ടി ചെയ്തുകൊണ്ട് അവര് രാമന്റെ അതിശയകരമായിട്ടുള്ള ഒരു യുദ്ധ പാടവത്തിന് അവരെ അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് സ്തുതി ഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് അവരെന്ത് ചെയ്തു, രാമനെ അങ്ങ് സ്തുതിഗീതങ്ങൾ കൊണ്ട് മൂടി എന്നാ പറയുന്നത്. കാരണം എന്താ, വെറും 1.5 മണിക്കൂർ കൊണ്ട് രാമൻ വനത്തിലുണ്ടായിരുന്ന എല്ലാ രാക്ഷസന്മാരെയും അങ്ങ് കൊന്നു കളഞ്ഞിട്ട് ഈ എല്ലാ എന്താ പറയാ രാക്ഷസന്മാരെയും കൊല്ലുന്ന ഈ രംഗം അങ്ങ് കണ്ടും കേട്ടും നിൽക്കുകയാണ് ആര്, നമ്മുടെ ദേവന്മാര്. അവരൊന്ന് കാണുമ്പോഴേക്കും ഭയങ്കരമായിട്ട് രാമൻ അങ്ങ് എന്താ പറയാ തുടുത്ത് നിൽക്കുന്ന ഈ തേജസ്
മുടിയൊക്കെ ഇങ്ങനെ പാറിപ്പറന്ന് ഭയങ്കരം കൊടുങ്കാറ്റും പാറിപ്പറന്ന മുടിയും അമ്പും വില്ലും ഒക്കെ ധരിച്ച് ചോരയിൽ കുളിച്ച് അതിതീക്ഷ്ണമായി നിൽക്കുന്ന രാമൻ, അഗസ്ത്യരാൽ നയിക്കപ്പെട്ട ഒരു മഹാഋഷി സംഘം തന്നെ അവിടെ പ്രത്യക്ഷപ്പെട്ട് രാമനോട് പറഞ്ഞ്, ഇന്ദ്രൻ ശരഭംഗ മുനിയെ സന്ദർശിച്ചതിൻ്റെ ഉദ്ദേശം ഇതായിരുന്നു. താങ്കളെ ഇവിടേക്ക് വരുത്തിയിട്ട് ഈ രാക്ഷസന്മാരെയൊക്കെ ഇല്ലായ്മ ചെയ്യുക. ഇതിനു വേണ്ടിയാണ് ഈ മുനിശ്രേഷ്ഠന്മാർ അങ്ങയെ ഇവിടേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചത്. അതുകൊണ്ട് അങ്ങ് ഇവിടെ തന്നെ താമസിക്കണമെന്ന് ആഗ്രഹിച്ചതും ഇതിനു വേണ്ടിയാണെന്ന് ഈ മുനിശ്രേഷ്ഠന്മാർ രാമനോട് പറഞ്ഞു. ഈ സമയത്ത് നമ്മുടെ സീതയും ലക്ഷ്മണനും ഗുഹയിൽ നിന്ന് പുറത്തു വന്നു. രാമനാണെങ്കിലോ ഭയങ്കരം സ്നേഹത്തോടു കൂടി രാമൻ സുരക്ഷിതനാണെന്ന് കണ്ട സീത കരഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് രാമനെ അങ്ങ് കെട്ടിപ്പിടിച്ചു. ആ സമയം കൂട്ടക്കൊലയിൽ നിന്ന് രക്ഷപ്പെട്ട അകമ്പൻ എന്ന ഒരു രാക്ഷസൻ ഓടി ലങ്കയിലേക്ക്. 2 സഹോദരന്മാരും കൂട്ടുകാരും മരിച്ചു എന്നുള്ള വാർത്ത രാവണനെ അറിയിച്ചു.